നിങ്ങൾ പെൺകുട്ടികൾക്ക് ഈസിയാണ്. ഞാൻ പറഞ്ഞ എന്ത് ഈസി? 6 വർഷമായി ഞാൻ എനിക്ക് എന്തെങ്കിലും ചാൻസ് ഞാൻ ഏതെങ്കിലും വലിയ പടം ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏജ് പറയണ്ട, കല്യാണം കഴിഞ്ഞാന്ന് പറയരുത്, കൊച്ചക്കുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അതിനകത്തേക്ക് അയ്യോ വേണ്ട കട്ട് ചെയ്ത് പറഞ്ഞു. എൻട്രി ടൈം ആകുമ്പോൾ അവരെന്ത് ചെയ്യും? മാക്സിമം നമ്മൾ യൂസ് ചെയ്യാൻ നോക്കും. എന്റെ പൊന്നു സന്ധ്യ, ഇതൊക്കെ ഇല്ലാണ്ടൊന്നും ഇവിടെ ഒരു കുട്ടികളും ചെയ്യുന്നില്ല. നീ എന്താ വിചാരിച്ച ഇതൊക്കെ ചുമ്മാ എടുത്തിരുന്ന് അവസരം തന്നിട്ട് അവർ പോയി അഭിനയിക്കണം? എല്ലാവരും ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങളെന്ന് എന്നോട് പറഞ്ഞത്. എൻ്റെ അടുത്ത് ഒരു കാസ്റ്റിംഗ് കോർഡിനേറ്റർ ഇതുപോലെ ആ ഒരു ഇൻസിഡന്റ് ഞാൻ അവിടെ പറയാം. ഹായ്, എൻ്റെ പേര് സന്ധ്യ എന്നാണ്, ഞാനൊരു ആക്ട്രസ് ആണ്. ഇന്ന് പ്രൈം പോഡ്കാസ്റ്റിൽ ഞാനാണ് നിങ്ങളുടെ കൂടെ. സന്ധ്യനെ കണ്ടിട്ട് ഏതെങ്കിലും ആക്ട്രസിന്റെ ഒരു ചായ തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു 2-3 പേരുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന പോലെ ഇങ്ങനെ കുനിയുമ്പോഴായിരിക്കാം, അങ്ങനെയൊക്കെ. ആക്ച്വലി ഞാൻ ഇപ്പോ മൂവി ഇൻഡസ്ട്രി ആണല്ലോ, അഭിനയിച്ചിട്ടായിരിക്കില്ല അവർ ചിലപ്പോൾ എന്നെ കാണാം. ഈ പറയുന്ന പോലെ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടായിരിക്കാം, അവരെ പോലെ ഉണ്ട്, അങ്ങനെ ആയിരിക്കും പരിചയം. സന്ധ്യ എങ്ങനെയാണോ നമ്മുടെ ഈ കാരിയറിലേക്ക് വന്നത്? എങ്ങനെയാ ഇത് ചൂസ് ചെയ്ത്? എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. എനിക്ക് മോനുണ്ട്, ഇപ്പോ 9 വയസ്സാവാനാവുന്നു. അവനൊരു 1.5 വയസ്സ് ആയ അതിന് ശേഷമാണ് ഞാൻ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ഫിലിമാണ്. എന്റെ കുറച്ച് ഫ്രണ്ട്സ്, അതായത് വയനാട് എന്റെ വീട്, തൊട്ടടുത്തുള്ള കുറച്ച് പിള്ളേർ ചേർന്നിട്ട് ചേച്ചി ഇങ്ങനെ ഉണ്ട്, ചേച്ചിക്ക് അഭിനയിക്കാൻ എനിക്ക് ഇഷ്ടമല്ലേ, അപ്പൊ അത് ചെയ്താലോ എന്ന് ചോദിച്ചു. ഞാൻ ഹസ്ബൻഡിനോട് അനുവാദം ചോദിച്ചു. അപ്പൊ പറഞ്ഞു നിനക്ക് അഭിനയിക്കാൻ ഇഷ്ടമല്ലേ, നീ പോയി ചെയ്യുന്നതിനോട് പറഞ്ഞു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാ. പിന്നെ ചേച്ചി ഇത് ശരിയായില്ല, നീ ചേച്ചിക്ക് പറ്റിയ പണിയല്ല എന്ന് പറയാത്തത് കൊണ്ടും, ചേച്ചി നന്നായിട്ടുണ്ട്, ചേച്ചിക്ക് ഇതന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തുകൂടെ എന്ന് ചോദിച്ചത് കൊണ്ടും ഞാൻ എന്ത് ചെയ്തു, ശരിയാണല്ലോ എനിക്കും കുഴപ്പമില്ലാന്ന് തോന്നി ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ അതങ്ങ് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ചെറുപ്പം മുതലേ എനിക്ക് ഞാൻ ഈ ചെറിയ നാടകത്തിലൊക്കെ അഭിനയിച്ച് സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ട്. സ്കൂൾ ടൈമിലൊക്കെ. പക്ഷെ നമ്മൾക്ക് ആ ഒരു ലെവലിലേക്ക് ചിന്തിച്ചിട്ടില്ല എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലി. എന്റെ അമ്മയൊക്കെ ഇപ്പോഴാണ് മിഡിൽ ക്ലാസ് എന്ന് പറയാൻ പോലും ആയത്. അതൊക്കെ ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ഒരു സിനിമാ ലെവലിലേക്ക് ചിന്തിക്കാൻ പോലും നമുക്ക് അങ്ങനെ പറ്റിയൊന്നും വരില്ല. അങ്ങനെ ഇപ്പൊ പക്ഷെ കാലം മാറിയതിനനുസരിച്ച് കോലം മാറെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, അതുപോലെ നമ്മള് ജോലിയൊക്കെ ചെയ്തിപ്പോ എറണാകുളത്തേക്കൊക്കെ വന്ന് ജോലി ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഒന്ന് മുകളിലേക്ക് ചിന്തിച്ച് തുടങ്ങിയത്. പാരന്റ്സ് ഒക്കെ സപ്പോർട്ടായിരുന്നു? പിന്നെ തീർച്ചയായിട്ടും എന്റെ പപ്പ, എന്റെ അമ്മ, എന്റെ അനിയത്തി, ഇപ്പൊ എന്റെ ഹസ്ബൻഡ്, എല്ലാവരും. എന്റെ ഹസ്ബൻഡും ഈ ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്യുന്നത്, ജിംബിൽ ഓപ്പറേറ്റർ ആണ്. അപ്പം പുള്ളിക്കാരൻ നല്ല സപ്പോർട്ടാണ്. എനിക്ക് കഴിവുണ്ട്, മീൻസ് കുറച്ചെങ്കിലും കഴിവുണ്ട്, അത് നീ കാണിക്കുക എന്ന് പറഞ്ഞിട്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പൊ എന്റെ വീട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ റീസെന്റ് ചെയ്ത പ്രോജക്ട് ഏതായിരുന്നു സന്ധ്യയുടെ? ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്തത് ഭൂതവും നിധിയും എന്ന് പറഞ്ഞിട്ടൊരു മൂവിയുണ്ട്. സാജിൻ സാറാണ് എന്റെ ഡയറക്ടർ വന്നിട്ട്. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ അതിനകത്ത് അഭിനയിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവരോടൊക്കെ അഭിനയിച്ചതിൽ. അടുത്ത് വേറൊരു മൂവി കമ്മിറ്റഡ് ആണ്, അത് ഇപ്പൊ പറയാനായിട്ടില്ല, എന്നാലും അത് റെഡി ആവണല്ലോ, എന്നിട്ട് വേണം പറയാൻ. നമ്മുടെ ഈ സെറ്റിലൊക്കെ ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവില്ല സന്ധ്യ? തീർച്ചയായിട്ടും നല്ലതുകൊണ്ട് ചെയ്തതുകൊണ്ട്. ഞാനിപ്പോ ഇങ്ങനെ ഒത്തിരി മൂവീസ് ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും ചെയ്ത മൂവീസ് വെച്ചാണെങ്കിലും എന്റെ കൂടെ എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ ചോദിക്കാറുണ്ട് അവരുടെ അടുത്ത് എങ്ങനെയാണ് ഞാൻ ചെയ്തത്, ഇഷ്ടമാവോ എന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് അവരുടെ അടുത്ത് കൂടെ അഭിനയിക്കുമ്പോഴേ. അങ്ങനെയാണല്ലോ ചില അവർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ. അപ്പൊ നമ്മൾ കൂടെ വന്നിട്ട് നമ്മളെന്തെങ്കിലും തെറ്റിയാലോ, എനിക്കാണെങ്കിൽ 2 ടേക്കിനൊക്കെ അപ്പുറത്ത് പോകണമെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ എന്നുവെച്ചാൽ എനിക്ക് വാശിയും കൂടെ വരും. ഇല്ല പറ്റത്തില്ല, എനിക്ക് അങ്ങനെ ശരിയാക്കണം, അത് ഞാൻ ശരിയാക്കും എന്ന് കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ആക്ടിങ്ങിന്റെ കാര്യത്തിൽ മാത്രമുള്ളൂ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസ്. ബാക്കി തന്നെ ഇപ്പൊ എന്റെ ജോലിന്റെ കാര്യമാണെങ്കിലും വേറെ പല പുറത്തിൽ എന്ത് കാര്യമാണെങ്കിലും ചിലപ്പോൾ അതിനൊന്ന് പതറിയെന്ന് വരാം. പക്ഷെ ആക്ടിംഗ് എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ്, അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കും സാർ, അല്ലെങ്കിൽ സാറിന് അല്ലെങ്കിൽ ചേട്ടാന്ന് വിളിച്ചിട്ടാണ് പറയും എങ്ങനെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്താൽ മതിയോ എങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവരൊരു നമ്മളെങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്ത് നോക്ക്, അപ്പൊ കുറച്ചും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടും ഇങ്ങനെ ചെയ്താൽ. അങ്ങനെയാണ് ഇപ്പം നോർമലായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ അതുപോലെ രീതിയിൽ അങ്ങനെയൊക്കെ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും പറഞ്ഞത് ഇപ്പൊ ലാസ്റ്റ് ചെയ്ത ഇപ്പൊ ഭൂതവും നിധി എന്ന് പറയുന്നുണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ കൂടെ ചെയ്ത ആർട്ടിസ്റ്റുകളൊക്കെ അവർ പറഞ്ഞു ഇങ്ങനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ലുണ്ട്, അത് നന്നായിട്ട് വർക്കാവും, അപ്പൊ അതേ മൂഡിലങ്ങ് പിടിക്കും എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വിശ്വാസമായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ സിനിമയിലേക്ക് വന്നതിന്റെ ഒരു മെയിൻ റീസൺ എന്താ? അതായത് ഇഷ്ടം കൊണ്ടാണോ, അല്ലെങ്കിൽ എന്താണ് ഒരു ഇൻസ്പിറേഷൻ, എന്താണ് മൂവിയിലേക്ക് വരാനുള്ള? ഇഷ്ടം തന്നെയാണ്. അതായത് ആക്ടിങ് എനിക്ക് ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ചെറിയ ആക്ടിങ് ഇതിലൊക്കെ എനിക്ക് ആക്ടിനോട് താല്പര്യം. ഞാൻ പഠിക്കാൻ ഭയങ്കര പഠിച്ചു കേട്ടോ, സത്യം പറയാം, എന്താ പഠിക്കാൻ ഭയങ്കര പഠിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് പഠിത്തം തുടർന്ന് കൊണ്ടുപോകാനൊന്നും സാധിച്ചിട്ടില്ല. ഡിഗ്രി കംപ്ലീറ്റഡ് അല്ല ഞാൻ. അപ്പൊ ഞാൻ എന്റെ അമ്മയുടെ അമ്മ വീട്ടിലിരുന്ന സമയത്ത് പുള്ളി ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. വീട്ടിലിരുന്ന് ഞാൻ അമ്മയെ നോക്കി. എന്റെ അമ്മ ജോലിക്ക് പോകും, പപ്പ ജോലിക്ക് പോകും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഞാൻ തന്നെയാണ് വീട്ടിലിരുന്നൊക്കെ നോക്കിയ അമ്മ. എന്നിട്ട് ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്ത ഡിഗ്രി ഒക്കെ
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പൊ ഞാൻ കോൺടാക്ട് ക്ലാസ്സിനൊക്കെ പോയിട്ട് എക്സാം മാത്രമേ എഴുതി കൊടുക്കുമായിരുന്നു. അങ്ങനെ സെക്കൻഡ് എക്സാം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിൽ ഫെയിൽ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ മുന്നോട്ടേക്ക് പോയതുമില്ല. എന്റെ വീട്ടുകാരുണ്ട് നിനക്ക് പറ്റിയ പണിയില്ലെങ്കിൽ നിനക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ പഠിക്കേണ്ട അത്ര തന്നെ. അപ്പൊ ഞാൻ അവിടെ ചെന്ന് സ്റ്റോപ്പ് ചെയ്ത് വേണമെങ്കിൽ എനിക്ക് എഴുതി എടുക്കായിരുന്നു. ഡിഗ്രി ഒക്കെ കയ്യിലുള്ള നല്ലതാണ്. പക്ഷെ എന്നാലും പക്ഷെ എനിക്കൊരു മടി കൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, മുന്നോട്ടേക്ക് പോയില്ല. വർക്ക് ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? അതായത് വേറെ സിനിമ അല്ലാതെ വേറെ എന്താണ്? തീർച്ചയായിട്ടും ഞാൻ സാംസങ് സർവീസ് സെന്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആകെ ജോലി ചെയ്തിരിക്കുന്നത് സാംസങ്ങിലാണ്. അതെ അതെ, ഞാൻ 4-5 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെയാണ്, എന്റെ കുടുംബം പോലെയായിരുന്നു അവിടെ. നല്ല രസമായിരുന്നു. ഇവിടെ എറണാകുളത്ത് തന്നെയാണ് ജോലി ചെയ്ത്, കാലിക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്തത് വയനാടാണ്. വയനാട് ചെറിയൊരു സർവീസ് സെന്റർ ആണ്. അവിടെ നിന്നാണ് ഞാൻ എന്നെ ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വിളിച്ചിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതും ഒക്കെ. ഇവിടെ ഞാനൊരു 4 വർഷത്തോളം ജോലി ചെയ്തു. അതിനുശേഷം കാലിക്കറ്റ് പ്രഗ്നന്റ് ആയതിനു ശേഷം ഞാൻ കാലിക്കറ്റാണ് വർക്ക് ചെയ്തത്. എനിക്ക് വയനാട് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് പോകാനും വരാനൊക്കെ കുറച്ച് എളുപ്പം അതാണല്ലോ. അപ്പൊ അതുകൊണ്ട് കാലിക്കറ്റ് പോയി അവിടെ നിന്ന് അങ്ങനെ ചെയ്തു. ഇപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ലല്ലേ ആ വർക്ക് ചെയ്യുന്ന സമയത്ത്? സിനിമ എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കായിരുന്നു. ഇല്ല, എനിക്ക് ആ സമയത്തൊന്നും സിനിമ എന്റെ മനസ്സിലേ ഇല്ല. ഏത് മൊമെന്റിലാണ് സിനിമ എന്ന് പറഞ്ഞ ഒരു കാര്യം മനസ്സിലേക്ക് വന്നത്? പറയുന്ന പോലെ വീട്ടില് ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിനെയൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് പയ്യന്മാര് വന്നിട്ട് എന്നോട് പറഞ്ഞു, ജസ്റ്റ് ഞങ്ങൾ കാണുമ്പോൾ നോർമലി എന്നും കാണുന്ന ആൾക്കാരാ. അപ്പൊ അവർ ഇപ്പൊ അറിയാലോ എല്ലാ പിള്ളേരും അഭിനയിക്കണം, മീൻസ് എനിക്ക് ഡയറക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ക്യാമറ എടുത്ത് ഇറങ്ങുന്ന പിള്ളേരാ. അപ്പൊ അതുപോലെ അവർക്ക് എന്നോട് ഈ കാര്യം ഡിസ്കസ് ചെയ്തു. ചേച്ചി ഇങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്, അപ്പൊ ചേച്ചി അഭിനയിക്കും അതിനകത്ത് എന്ന് ചോദിച്ചു. ചേച്ചി വെറുതെ ഇരിക്കല്ലേ, പിന്നെ അത് മാത്രമല്ല ചേച്ചിക്ക് അഭിനയിക്കാൻ ഇഷ്ടമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് കൂടുതലായി എന്നാ ചെയ്താലെന്താ. അപ്പൊ ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോ പറഞ്ഞു ചെയ്തോ. എന്റെ പപ്പയ്ക്കും ഇഷ്ടമാണ് ഞാൻ അഭിനയിക്കുന്നത്, എന്റെ അമ്മയ്ക്കൊക്കെ ഇഷ്ടം. അപ്പം പക്ഷെ ഇതുവരെ അങ്ങനെ അതിനെ കുറിച്ച് മനസ്സിൽ വന്നിട്ടേ ഇല്ല. ഞാൻ ഇവരോട് പറഞ്ഞപ്പോ എന്താ ചെയ്യാം എന്ന് പറഞ്ഞു. അത് ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട്. അതിന്റെ ഷോർട്ട് ഫിലിമിന്റെ പേര് ദേട ഒരു സുന്ദരിക്കുട്ടി എന്നാണ് ആ ഷോർട്ട് ഫിലിമിന്റെ പേര്. അതില് കാണുന്ന പോലെ ഒന്നല്ല, അന്ന് കുറച്ചുകൂടെ ഞാൻ ചെറുതായിരുന്നു, മെലിഞ്ഞിട്ടൊക്കെ ആയിരുന്നു. എന്നാലും പോലും ഞാൻ അഭിനയിച്ചു അതിനകത്ത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു ചെയ്തത്. അപ്പൊ ഞാൻ തോന്നി കണ്ടിന്യൂ ചെയ്ത് പോവാന്ന് തോന്നി. വീട്ടിലും ചോദിച്ചപ്പോൾ അവർ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ സിനിമ ഇൻഡസ്ട്രീനെ കുറിച്ച് കുറച്ചൊരു പേടിയാണ്. കാരണം എപ്പോഴും എന്റെ കൂടെ ലൊക്കേഷനിലേക്ക് വരാനൊന്നും പറ്റത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യണം. അതൊക്കെ കാരണം എനിക്കാണെങ്കിൽ വയനാട് വിട്ട് വേറെ എവിടെയും പോയി എനിക്ക് ശീലമൊന്നുമില്ല. പിന്നെ ഈ സാംസങ്ങിൽ വർക്ക് ചെയ്യുമ്പോൾ വീട് മീൻസ് വയനാട് എറണാകുളം വയനാട്, ഇതായിരുന്നു നമ്മുടെ ആ ഒരു രീതി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ എന്റെ പപ്പയ്ക്ക് ഭയങ്കര, ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അപ്പൊ പപ്പയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ പറഞ്ഞു ശ്രദ്ധിച്ചാൽ മതി, എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ആദ്യമൊക്കെ ഇങ്ങനെ പറയണം, ആരെങ്കിലൊക്കെ കൂടെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു. ഇപ്പൊ നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരുപാട് ക്രിറ്റിസിസംസ് അല്ലെങ്കിൽ റിജക്ഷൻസ് ഒക്കെ കിട്ടും അല്ലെ? തീർച്ചയായും നമുക്കൊരു മൂവിയിലേക്ക് വരണമെങ്കിൽ ഒരുപാട് റിജക്ഷൻസ് വരും. അപ്പം അതിനൊക്കെ എങ്ങനെയാ നോക്കി കാണുന്നത്? എങ്ങനെയാ ഫേസ് ചെയ്ത്? റിജക്ഷൻ എന്ന് പറയുന്നത് ഇവര് ഒന്ന് ഏജിന്റെ കാര്യം. ഇവര് നമ്മുടെ ഏജ് എത്ര, എന്റെ ഒറിജിനൽ ഏജ് ഒക്കെ പറഞ്ഞിട്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും ഞാൻ അഭിനയിച്ച സിനിമകളിലൊക്കെ ഈ കുട്ടിക്ക് ഇത്രയാണോ ഏജ് എന്ന് ചോദിക്കും. ഏജ് പറയാൻ താല്പര്യപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും എന്റെ ഏജ് എനിക്കിപ്പോ 33 ആണ്. പക്ഷെ ഒരിക്കലും ഞാൻ എന്റെ ഒരു മൂവിയിലും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് 33 ആണെന്ന് കണ്ടാ പറയില്ല. താങ്ക് യു. അതാണ് എനിക്ക് പിടിച്ചേക്കാൻ പറ്റുന്നതാണ് എന്റെ അർത്ഥം. അതെ, കാരണം ഇപ്പൊ ഒരു കാസ്റ്റിംഗ് കോൾ വരികയാണെങ്കിൽ ഒത്തിരി കാസ്റ്റിംഗ് കോൾ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. ഒരു കാസ്റ്റിംഗ് കോൾ വരുമ്പോൾ അതിനകത്ത് ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവാം, ഒരു 25 ഏജ് മുതൽ ഒരു 28 ഏജ് വരെയുള്ള പെൺകുട്ടികളെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പക്ഷെ നമ്മൾക്കൊരു കോൺഫിഡൻസ് വേണം, എനിക്കതിൽ കൊടുക്കാൻ പറ്റുമോ, ഞാൻ അങ്ങനെ ഇരിക്കുമോ, നമ്മുടെ കാര്യത്തിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്റെ പ്രൊഫൈലൊക്കെ ഓൾറെഡി ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ആ ഏജിനനുസരിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യും. പക്ഷെ ഒരു 25 താഴെ കൊടുക്കാറില്ല കേട്ടോ. ഞങ്ങൾ എന്നോട് തന്നെ അത് ഞാൻ പിന്നെ വേണ്ട വെച്ചു. അപ്പൊ അങ്ങനെ ഏജ് ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. രണ്ടാമത്തെ കാര്യം, മാരീഡ് ആണെന്നുള്ള കാര്യം പറയരുതെന്ന് കുറെ ആൾക്കാർ പറഞ്ഞ് എന്നെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് കല്യാണം കഴിഞ്ഞാലും പറയണ്ട കേട്ടോ, കാരണം നമ്മൾ ഇങ്ങനെയാണ്. മാരേജ് കഴിഞ്ഞവർക്ക് മൂവീസിലേക്ക് ഒരു എൻട്രി റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. പക്ഷെ നമ്മള് ഇപ്പൊ ഈ ഒരു എൻട്രി ടൈം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കാൻ കുറെ ആൾക്കാർ നമ്മുടെ ചുറ്റിലുണ്ട്. അതിനടുത്ത് പറയും, സന്ധ്യ ഏജ് പറയണ്ട, കല്യാണം കഴിഞ്ഞാന്ന് പറയരുത്, കൊച്ചക്കുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അതിനകത്തേക്ക് അയ്യോ വേണ്ട കട്ട് ചെയ്ത് കളന്ന് പറഞ്ഞു അങ്ങനെയാണ് പറയാം. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ അതല്ല, ഞാൻ അവരപ്പോ ചോദിക്കില്ലേ മാരീഡ് ആണോ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അപ്പൊ ഞാൻ എന്താ പറയണ്ടേ, കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നീട് അത് അറിയുമ്പോൾ ഞാനൊരു അവിടെ ഒരു മോശമാവില്ലേ എന്ന് പറഞ്ഞപ്പോൾ നിന്റെ വീട്ടുകാരും കാര്യങ്ങളൊന്നും അന്വേഷിച്ചടക്കാനൊന്നും അവർ പോകുന്നില്ല, ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന രീതിയിൽ പറയും. അപ്പൊ ഞാന് ശരി അത് പറയാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് ഒരു 3 വർഷമായിട്ട് ഞാൻ എല്ലാവരോടും പറയും എന്റെ കല്യാണം കഴിഞ്ഞാണ് ഇങ്ങനെയാണ്, പക്ഷെ ഏജ് അങ്ങനെ പറയാറില്ല എന്ന് മാത്രം. എന്താ വെച്ചാൽ അതിനി
അതിന്റെ ഒരു ബുദ്ധിമുട്ട് വേണ്ട വിചാരിച്ചിട്ട് എന്നോട് ചോദിക്കാറുമില്ല. അപ്പൊ ഞാൻ 26 ആണ് കൊടുത്തതെങ്കിൽ അവര് അയ്യോ 26 നിനക്ക് ഉള്ളോ എന്ന് ചോദിക്കാറില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും എന്റെ പൊന്നി ചേട്ടാ എനിക്ക് ഇത്ര ഏജ് ആണ്, ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി കൊടുത്തതാണ് എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ ലൊക്കേഷനിൽ പോയാലും ഇപ്പൊ ഡയറക്ടർ ആണെങ്കിലും അവരൊക്കെ ആണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ അയ്യോ പിന്നെ ഇന്ന കുട്ടീനല്ല വേണ്ട അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഏജിനാണ് വേണ്ട ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. ഞാൻ എന്റെ സ്വന്തം കാര്യങ്ങളാണ്, എന്റെ കല്യാണം കഴിഞ്ഞു, എന്റെ ഹസ്ബൻഡ്, എനിക്ക് കൊച്ച്, എന്റെ ഫാമിലി, എന്റെ ഏജ് ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെ ഞാൻ നടക്കാറ് മുമ്പോട്ടേക്ക്. അത്രേ ഉള്ളൂ. ആക്ടിങ്ങിൽ എപ്പോഴും ടാലന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അങ്ങനെ തോന്നിയിട്ടില്ലേ? ഈ ഏജ് അല്ലെങ്കിൽ മാരിഡ് ആണോ അതൊക്കെ ഒരു മാറ്റർ ആയിട്ട് സന്ധ്യക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ അത് ഒരു മാറ്ററേ അല്ല ശരിക്കും പറയുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കി എത്ര പിന്നെ ആർട്ടിസ്റ്റുകളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാരും ഈ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴേ കല്യാണം കഴിഞ്ഞില്ല, അവര് വീണ്ടും അഭിനയിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് അവര് അത്? പക്ഷെ എപ്പോഴും ടാലന്റിന് തന്നെയാണ് ഇവിടെ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഞാനൊക്കെ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 6 വർഷത്തിന് മേലെയായി. സങ്കടം വന്നിട്ടുണ്ട് എനിക്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഞാനൊരു തിയേറ്ററിൽ ഇരുന്ന സിനിമ കാണുമ്പോൾ തന്നെ എന്നേക്കാൾ ആദ്യമായിരിക്കും ആ കുട്ടി അഭിനയിക്കുന്നത്. ഞാൻ വിചാരിക്കും ഈശ്വര ഞാൻ അഭിനയിക്കേണ്ട സ്ഥലമായിരുന്നല്ലേ. പിന്നെ അത് എനിക്ക് ചിലപ്പോൾ കിട്ടുന്നതായിരിക്കും. പക്ഷെ ആ സിനിമ ഞാൻ കാണുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ എന്നെ റിജക്ട് ചെയ്തത്, എന്ത് കാരണം കൊണ്ടായിരിക്കാം. പല കാരണങ്ങളും ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ സെലക്ട് ആയതിനു ശേഷം അങ്ങേ അറ്റം പോയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ട് പല സിനിമകളിലും. ആ സിനിമ ഞാൻ തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോഴത്തേക്കും എനിക്ക് സങ്കടം വന്നിട്ടുണ്ട്, ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡ് എന്നോട് പറയും നീ ഇങ്ങനെ കരയുന്നേ, ഇതല്ലെങ്കിൽ വേറൊരു മൂവി നമുക്ക് ഉണ്ടാവും, അതിനൊക്കെ സമയമുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഈ പവർ ഗ്രൂപ്പുകളുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറഞ്ഞ സന്ധ്യ അതിന് എങ്ങനെ റിയാക്ട് ചെയ്യും? എന്താ പറയാ, റിയാക്ട് ചെയ്യുമെന്ന് വെച്ചാല് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അതിലേക്കൊന്നും ശ്രദ്ധിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ എനിക്ക് ന്യൂ ഫേസുകൾക്ക് ഒരു ചാൻസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് യോജിക്കില്ല, ഒരിക്കലും ഇല്ല. എത്ര ടാലന്റ് ആയിട്ടുള്ള പിള്ളേരുണ്ടെന്നറിയോ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. ഒത്തിരി പേര് പറയും നിങ്ങൾ പെൺകുട്ടികൾക്ക് ഈസിയാണ്. ഞാൻ പറഞ്ഞ എന്ത് ഈസിയാണെന്ന് ചോദിക്കും. ആൺപിള്ളേർ എന്റെ അടുത്ത് പറയുന്നതാണ്. ഓരോ ലൊക്കേഷനിൽ പോയാലും എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും നിങ്ങൾക്ക് എന്ത് ഈസിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇതൊക്കെയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ചാൻസ് കിട്ടും. ഞാൻ പറഞ്ഞു 6 വർഷമായി ഞാൻ എനിക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടും. ഞാൻ ഏതെങ്കിലും വലിയ പടം ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെറിയ ചെറിയ പടങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെയാണ് അവർക്കും. ഞങ്ങൾ ഫേസ് ചെയ്യുന്ന അതേ ബുദ്ധിമുട്ടാണ് അവരും ഫേസ് ചെയ്യുന്നത്. പക്ഷെ അവരാണെങ്കിൽ ഈ പറയുന്നത് നല്ലോണം കഷ്ടപ്പെടും കേട്ടോ. ഈ പറഞ്ഞ പോലെ ആൺപിള്ളേരാണെങ്കിലും ഞങ്ങൾ അനുഭവിക്കുന്ന സെയിം ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നമ്മൾ വിചാരിക്കും പെൺകുട്ടികൾക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. ഒരിക്കലും അല്ല, ആൺകുട്ടികൾക്കും സെയിം ഇഷ്യൂസ് ഉണ്ട്. ഒരിക്കലും ഞാൻ ആ ഒരു ഇതിലേക്ക് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഈ ഒരു ജേർണി തുടങ്ങിയിട്ട് ഇത്രയും നാളായി. അപ്പോൾ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എവിടെ നിന്നെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? എവിടെ നിന്നെങ്കിലും അല്ല, ഒത്തിരി സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. മീൻസ് എനിക്ക് ഒരു വർക്ക് വരുമ്പോ തന്നെ നമ്മുടെ അടുത്ത് പറയും ഇതൊന്നും അവർക്കൊന്നും വലിയ കാര്യമൊന്നുമല്ല, സിമ്പിൾ ആയിട്ട് ചോദിക്കാവുന്ന കാര്യങ്ങളാണ് ചില കാര്യങ്ങളൊക്കെ. ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ പറയും ഇല്ല ഞാൻ ഇതെല്ലാം നൈസായിട്ട് ഡീൽ ചെയ്യുന്ന ആളാണ്. അല്ലാതെ നീ എന്താണ് എന്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചേ, ചേട്ടാ എന്തിനാ അങ്ങനെ സംസാരിച്ചേ, എന്റെ അടുത്ത് മേലെ സംസാരിക്കരുത്, ഇതൊന്നും ഞാൻ പറയാറില്ല. ഞാൻ പറയും ചേട്ടാ എനിക്ക് താല്പര്യമില്ല, വേറെ എന്തെങ്കിലും അങ്ങനെ അല്ലാത്ത വർക്ക് എന്തെങ്കിലും വരുമ്പോൾ പറയും കേട്ടോ, അങ്ങനെ ഞാൻ പറഞ്ഞ് ഒഴിവാക്കും. കാരണം നമ്മൾക്ക് ഇതിൽ പറഞ്ഞാൽ എനിക്ക് ആരും വെറുപ്പിക്കാൻ പറ്റില്ല. കാരണം അവരവരുടെ ജോലിയെ ചെയ്യുന്നേ. അവരുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളെ അവർ പറയുള്ളൂ നമ്മുടെ അടുത്ത്. ഇങ്ങനെ ഉണ്ടോ, എനിക്ക് താല്പര്യം ഉണ്ടോ, ശരി അങ്ങനെ തന്നെ. ഇപ്പൊ ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്ന ടൈം പറഞ്ഞില്ലേ, ആ 2-3 വർഷത്തിൽ എനിക്ക് ഒത്തിരി വന്നിട്ടുണ്ട്. നമ്മൾ എൻട്രി ടൈം ആകുമ്പോൾ അവരെന്ത് ചെയ്യും, മാക്സിമം നമ്മൾ യൂസ് ചെയ്യാൻ നോക്കും. അപ്പൊ അതുപോലെ വരണം. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര കുറവാണ്. കാരണം എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഇന്ന വർക്ക് എനിക്ക് തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ 6 വർഷമായിട്ട് എന്നോട് പറയും നീ ഇങ്ങനെ ഇരുന്നോ. എൻ്റെ അടുത്ത് ഒരു കാസ്റ്റിംഗ് കോർഡിനേറ്റർ ഇതുപോലെ ആ ഒരു ഇൻസിഡന്റ് ഞാൻ അവിടെ പറയാം. പുള്ളിക്കാരൻ ആരാന്നൊന്നും പറയുന്നില്ല, പുള്ളി എൻ്റെ അടുത്ത് പറയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ അത് വേറെ അല്ലാണ്ട് എന്തെങ്കിലും ഒന്ന് പറയും നോക്കേട്ടാ, ഞാൻ എത്ര നാളായി കഷ്ടപ്പെടുന്ന വെച്ച് പറഞ്ഞു. എന്റെ പൊന്നു സന്ധ്യ ഇതൊക്കെ ഇല്ലാണ്ടൊന്നും ഇവിടെ ഒരു കുട്ടികളും ചെയ്യുന്നില്ല. നീ എന്താ വിചാരിച്ച ഇതൊക്കെ ചുമ്മാ എടുത്തിരുന്ന് അവസരം തന്നിട്ട് അവർ പോയി അഭിനയിക്കണം? എല്ലാരും ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങളെന്ന് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്താ അങ്ങനെ ഇവർ ചിന്തിക്കുന്നത്, നമ്മുടെ കഴിവല്ല, എന്റെ കഴിവിന് വേണ്ടി ഞാൻ എന്തിനാ ഇത് ചെയ്യേണ്ട ആവശ്യം എന്നുള്ളത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു. പിന്നെ അവരെന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി. പിന്നെ വിളിച്ചിട്ട് പറയാം ഇങ്ങനെ ഉണ്ട്. കാരണം അവർക്കത് നടക്കുക വേണം, അതെന്നാ അവർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു ഇതിലേക്ക് കാസ്റ്റ് ചെയ്തു ഇന്നത് കാര്യമാണെങ്കിൽ അവർക്ക് അതിൽ നിന്നൊരു ലാഭം അവർക്ക് ഉണ്ടാവും. അത് ഉറപ്പുള്ള കാര്യം. അല്ലാണ്ട് അവർക്ക് എന്താ തലയ്ക്ക് ഓളമാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് സമ്മതിപ്പിച്ച് ചെയ്യിപ്പിക്കാൻ. അത് അവർക്ക് വേണ്ടി അല്ലല്ലോ സംസാരിക്കുന്നത്, വേറെ ആൾക്ക് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നത്. പിന്നെ ഞങ്ങൾ തമ്മിൽ വഴക്കായി. ഞാൻ കുറച്ച് ചൂടായി സംസാരിച്ചു പുള്ളിയോട്. ഞാൻ ചേട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കുന്നേ, എനിക്ക് താല്പര്യം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറയാം നീ ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ, ഇരിക്കുള്ളൂ, നീ ഒരിക്കലും എൻ്റെ അടുത്ത് വരും,
ചേട്ടാ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, എനിക്ക് ഇങ്ങനത്തെ സിനിമ തരൂ എന്ന് പറഞ്ഞ എന്റെ അടുത്ത് വരും എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ചേട്ടാ, ഞാൻ എന്റെ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്, ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ചിലപ്പോൾ ഭാവിയിൽ ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ചേട്ടനെ അറിയിക്കാം, അപ്പൊ ഞാൻ എന്തായാലും എനിക്ക് ചേട്ടന് വർക്ക് തരണേ എന്ന് നൈസായിട്ട് പറഞ്ഞ് ഞാൻ അവിടെ നിർത്തിയതാ. ഈ നിമിഷം വരെ ഞാൻ അയാളെ പിന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ എന്റെ ഇപ്പോഴും എന്റെ മൊബൈലില് ബ്ലോക്ക് ലിസ്റ്റിലാണ്. എനിക്ക് തോന്നുന്നു 4 വർഷം മുന്നേ ഉണ്ട് ഞാൻ ചെയ്തതാണ് പുള്ളിനെ. അഡ്ജസ്റ്റ്മെന്റ് ചെയ്താല് സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള ഒരു അസംഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞാൻ ഇതിന് വരുന്നതിന് മുന്നേ നമ്മൾ കേൾക്കുന്ന കാര്യം. സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞത് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രം നടക്കുന്ന കാര്യമല്ല. ഞാൻ ജോലി ചെയ്യുന്നത്, ഞാൻ സാംസങ്ങിൽ വർക്ക് ചെയ്തതല്ലേ. അതുപോലെ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയും നമുക്ക് ഈ പ്രോബ്ലം ഉണ്ട്. പുറത്തിറങ്ങിയ ഓട്ടോ കയറിയുണ്ട്, അവിടെ എനിക്ക് ഈ പ്രോബ്ലം ഉണ്ട്. ഒരു ബസ്സിൽ കയറി അവിടുന്ന് എനിക്ക് പ്രോബ്ലം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പ്രോബ്ലംസ് ഇല്ലാത്ത സ്ഥലങ്ങളൊന്നും വീട്ടിൽ വരെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നല്ലാതെ സ്വന്തം വീട് സ്വന്തം അച്ഛൻ നടക്കുന്നില്ലേ, അല്ലെങ്കിൽ അമ്മ വേറെ ആൾക്ക് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. എത്ര പേര് നമ്മൾ ന്യൂസിലൊക്കെ വായിക്കുന്നുണ്ട്. ഇതൊന്നും സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രം നടക്കുന്ന കാര്യമല്ല. പുറത്തിറങ്ങിയാൽ എല്ലായിടത്തും ഒരു ബസ്സിൽ കയറിയാല്, ഓട്ടോയിൽ കയറിയാല്, തിയേറ്ററിൽ പോയാൽ എല്ലായിടത്തും കാര്യമുണ്ട്. നോട്ടത്തിൽ വരെ നമ്മൾക്കത് ഫീൽ ചെയ്യുമല്ലോ. ഓരോരുത്തരൊക്കെ നോക്കുന്ന നോട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ നമ്മളെ വിഴുങ്ങും എന്നുള്ള രീതിയിലാണ് നമ്മളെ നോക്കുന്നത്. അങ്ങനെയാണ് യങ്സ്റ്റേഴ്സ്, ന്യൂ ഫേസസ് നമ്മുടെ ഈ മൂവീസിലേക്കൊക്കെ വരാൻ നോക്കുമ്പോൾ അവർക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു ചലഞ്ച് എന്തായിരിക്കും? ഒരു ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്തായിരിക്കും? ഇത് തന്നെ, ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതിപ്പോ പണ്ടെന്നല്ല, ഈ പറയുന്ന പോലെ സിനിമ ഇൻഡസ്ട്രിയിൽ ചില സ്ഥലത്ത് മാത്രം. ഇപ്പൊ ഞാൻ 100% ഒന്നും പറയുന്നില്ല കേട്ടോ, ഇല്ലാത്ത ഒത്തിരി മൂവീസ് ഉണ്ട്. കുറച്ച് മൂവി ചെയ്തുള്ളെങ്കിലും ഞാൻ ചെയ്ത മൂവിയിലൊന്നും എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ചെയ്യാതിരിക്കുന്ന മൂവിയിലാണ്. അങ്ങനെയല്ലാതെ നമ്മൾ പോയി ചെയ്യത്തില്ലല്ലോ, അങ്ങനെ നമ്മൾ എടുക്കത്തുമില്ല. കാരണം ഞാനല്ലെങ്കിൽ 100 കുട്ടികൾ, വേറെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. ഇല്ലെങ്കിൽ നീ അല്ലെങ്കിൽ വേറെ കുട്ടികളുണ്ട്, അത്രയേ ഉള്ളൂ അവർ പറയുന്നുള്ളൂ. നമ്മൾ അതിനനുസരിച്ച് മാറിക്കൊടുത്താൽ മതി. വേറെ കുട്ടി വന്നിട്ട് ചെയ്തിട്ട് പോകും. അപ്പൊ ഞാനത് കാണുമ്പോൾ എനിക്ക് ആ സിനിമ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും, അപ്പൊ ഇങ്ങനെയാണല്ലോ കൊച്ചു ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം ചെയ്ത് കാണാം. കാരണം എനിക്ക് വന്ന ക്യാരക്ടറാണത്. ഇങ്ങനെ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി മാറ്റിച്ച ഒരു സിനിമ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും, അല്ലെങ്കിൽ ചില സിനിമകൾ മാത്രം, എല്ലാ സിനിമയും ഞാൻ പറയുന്നില്ല കേട്ടോ, അവർ എഴുതുമ്പോഴേ അവർ പറയും ചില ക്യാരക്ടർ മാത്രം ഇങ്ങനെ വേണം കേട്ടോ, അതുണ്ടെങ്കിൽ കൊടുക്കുള്ളൂ എന്ന രീതിയിൽ. അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കുള്ളൂ എന്നാണ്. പല പെൺകുട്ടികളും ഇപ്പൊ ആൺകുട്ടികളാണെങ്കിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ വീണു പോകുന്നുണ്ട്. അവർക്കൊന്നും എടുത്തു ചാടി ചെയ്തിട്ടേ. ഞാനപ്പോൾ ആലോചിക്കും, ഞാനപ്പോൾ കുറച്ചുകൂടെ മുതിർന്ന് ചിന്തിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ്. അവരുടെ ആ പ്രായത്തിൽ തന്നെയാണ് ഞാനുള്ളെങ്കിലും ഞാനും ചിലപ്പോൾ എടുത്തു ചാടി ചിലപ്പോൾ ചെയ്തേക്കാം. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഇത്ര ഏജ് ആയില്ല, എന്തായാലും എക്സ്പീരിയൻസും ഉണ്ട്. സിനിമ എന്താണെന്ന് ഞാൻ നന്നായിട്ട് പഠിച്ചതാ. അപ്പം എനിക്കറിയാം ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്യാനുണ്ടാവുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒരു ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുക്കാൻ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കുട്ടികളോട്. ശരിക്കും പറഞ്ഞാൽ സിനിമയിലാവുമ്പോൾ നമുക്ക് ഈ ഇന്റിമേറ്റ് ആയിട്ടുള്ള സീൻസ് ഒക്കെ ഒരുപാട് ചെയ്യേണ്ടി വരും. ക്യാരക്ടർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ പല രീതിയിലുള്ള സീൻസ് ചെയ്യേണ്ടി വരും. സന്ധ്യ കരിയർ തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോൾ മാരീഡും ആണ്. അപ്പൊ അങ്ങനത്തെ സീൻസ് ഒക്കെ വരുമ്പോ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഒക്കെ ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായി അങ്ങനെ ആയിരിക്കും അതിനോട്? തീർച്ചയായിട്ടും ഞാനത് സംസാരിച്ചിട്ടുണ്ട് പുള്ളിയോട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ കാണേണ്ടത് വേറെ ആള് കാണുമ്പോൾ എനിക്കത് ടെൻഷൻ ആവുമല്ലോ, അതങ്ങനെ തന്നെയാണ്. പക്ഷെ അത് അഭിനയം എന്നുള്ള രീതിയിൽ എടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്കൊരു കിസ്സിംഗ് സീൻ വന്നു, ഞാൻ ഇതുവരെ അങ്ങനെ അഭിനയിച്ചിട്ടില്ല, വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് അഭിനയിക്കാക്കില്ല, എനിക്ക് പോകുന്ന ഞാനൊരു നല്ലൊരു മൂവിയിൽ റെഡിയാണ് അങ്ങനത്തെ സീൻസ്. തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ പറയുന്നത്, എനിക്ക് എന്റെ വീട്ടുകാരും എന്റെ വീട്ടുകാരുടെ കൂടിയും എന്റെ ഭർത്താവിന്റെ കൂടിയും എന്റെ മകന്റെ കൂടിയും എനിക്കിരുന്ന് കാണാനുള്ള സിനിമയാണെന്നുള്ള വിചാരം എനിക്കുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയുള്ള സിനിമ സെലക്ട് ചെയ്യാറുള്ളൂ. പുള്ളിയോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ അങ്ങനെ കിസ്സിംഗ് സീനൊക്കെ വന്നു, ഇപ്പൊ ഒരു ലിപ് ലോക്ക് സീനാണ്, എന്താ സഞ്ജു എന്താ അഭിപ്രായം? ഞാൻ പറയാം, ഞാൻ ചെയ്യേണ്ടത് വേറെ ആൾ ചെയ്യുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെടില്ല. അതിപ്പോ സിനിമയിലാണെങ്കിൽ എന്താണെങ്കിലും പുള്ളി ഇഷ്ടപ്പെടില്ല. ആദ്യം പറയും വേണ്ടെന്നേ പറയുള്ളൂ പുള്ളി. പക്ഷെ ഇനിയിപ്പോ സിമ്പിൾ ആയിട്ട് പറയാം, നല്ലൊരു ഡയറക്ടർ, നല്ല ടീമാണ്, അതിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടറാണ് വന്നത്. അതിനകത്ത് ചെറിയൊരു ബെഡ്റൂം സീൻ, ഇപ്പോൾ അറിയാലോ, കുറച്ച് ചെറുതായിട്ടൊക്കെ കാണില്ല. കാരണം നല്ല സിനിമയിൽ അങ്ങനെ ഓവറായിട്ട് കാണിക്കുന്ന പരിപാടി അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പോയി ചെയ്യും. കാരണം വെച്ചാൽ എനിക്കതിൽ ക്യാരക്ടർ ഉണ്ട്. അല്ലാതെ ചുമ്മാ ഇങ്ങനൊരു സീൻ ചെയ്യാൻ വേണ്ടി, ഒരു സീനിന് വേണ്ടി മാത്രം ഞാൻ പോയി ചെയ്യുക, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എനിക്കതിനകത്തൊരു നല്ലൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ, ആ ക്യാരക്ടറിന് ഈ സീൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. പക്ഷെ ഓവറായിട്ടും അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എന്റെ വീട്ടുകാരുടെ കൂടി ഇരുന്ന് കാണാണ്ട പോഴാ. എന്റെ മകൻ ഇപ്പോഴും ഞാൻ കൊച്ചു ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങുമ്പോൾ പറയും, അമ്മന്റെ വയറ് കാണുന്ന, അല്ലെങ്കിൽ അമ്മന്റെ കാല് കാണും, ഇത് താത്തിയിട് ഇന്ന് പറയുന്ന കൊച്ചാ. അവൻ പോലും എന്റെ മുമ്പിൽ ഡ്രസ്സ് മാറ്റാൻ അവന് മടിയാ. അവൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഇച്ചിരി ഇതാണ്. അവൻ പറയും ഇങ്ങനെ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവന്റെ മുമ്പിൽ ഞാൻ ചെയ്യുമ്പോൾ, അമ്മ എന്താ ചെയ്യുന്നത്, എന്ത് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് അവൻ എന്റെ അടുത്ത് ചോദിക്കരുത് എനിക്ക് ഒരിക്കലും. അപ്പൊ എനിക്ക് അവനോട് പറയാം, അമ്മന്റെ ആ ക്യാരക്ടറിന് ആവശ്യമുള്ളതാണ്, അതുകൊണ്ട് ചെയ്തതാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന സിനിമയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യും. അതുപോലെ തന്നെ ഈ ഫീൽഡിൽ നമ്മൾ എന്തെങ്കിലും
തുറന്നു പറച്ചിലുകൾ നടത്തിയ അതിപ്പോ എന്ത് കേസ് റിലേറ്റഡ് ആണെങ്കിലും ശരി നമ്മൾ പിന്നെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സംഭവം കണ്ടുവരാറുണ്ട്. ഇപ്പോ പാർവതി, റിമ കല്ലിങ്കൽ പെർട്ടിക്കുലർ ടോപ്പിക്കിനോട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെ മാറ്റി നിർത്തി. അതിനോടൊക്കെ എങ്ങനെയാ റിയാക്ട് ചെയ്യുക? ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടോ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ? അല്ലെങ്കിൽ എങ്ങനെയാണത്? ഇപ്പൊ ഇത്രയും ഞാൻ ഈ ഇന്റർവ്യൂവിൽ ഇത്രയും ഞാൻ തുറന്നു പറഞ്ഞില്ലേ, പക്ഷെ ഞാൻ ആരാണ് എന്താണ് എങ്ങനെയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അത് ഏത് ഇന്റർവ്യൂവിലാണെങ്കിലും അതുപോലെയാണ് അവരും പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ തുറന്ന് പറയുന്നുണ്ട്. ഒരു ആക്ട്രസ്, ആരുടെ പേരൊന്നും പറയുന്നില്ല, ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ കുട്ടീനെ എപ്പോഴും പറയുന്നത്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചതിൽ വന്നിട്ടുണ്ടായിരുന്നു, എപ്പോഴും പറയാം തറുതല വീരത്തി എന്നൊക്കെ പറഞ്ഞ് കുറെ ഇങ്ങനെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടി പറയുന്നത് എന്താ, അവൾക്ക് പറയാനുള്ള കാര്യമാണ് പറയുന്നത്. എന്തിനാ ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ ചിലപ്പോൾ സംസാരിക്കാം, ഞാൻ ഇങ്ങനെ സംസാരിക്കും, അല്ലെങ്കിൽ എന്റെ ഫാമിലിനെ കുറിച്ച് സംസാരിക്കുകയാണ്, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ ആഗ്രഹിക്കുന്നില്ല ചിലപ്പോൾ എന്റെ ഫാമിലിനെ കുറിച്ച് മുൻപോട്ടേക്ക് പറയാൻ. അപ്പൊ അതുപോലെ അതിനെ കുറിച്ച് തന്നെ പറയില്ല എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടും അവരെടുത്ത് ചോദിക്കുമ്പോൾ അവർക്ക് അത് റിയാക്ട് ചെയ്യാം. ആ കുട്ടി അതേ ചെയ്തിട്ടുള്ളൂ. അത് എന്തുകൊണ്ടാ പിന്നെ അവൾ ഇങ്ങനെ പറയുന്നു ഇത്ര പറയുന്നു? അങ്ങനെയല്ല, ഒരാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ ഒരാളടുത്ത് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻ ആൻസർ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ എന്ത് ചെയ്യുള്ളൂ, നിങ്ങളുടെ അടുത്ത് അത് ആൻസർ ആയിട്ട് പറയത്തുള്ളൂ. അല്ലാതെ ഞാൻ മറച്ചു വെക്കുകയും ചെയ്യണം. അല്ലാതെ എനിക്ക് അത് പബ്ലിക്കിൽ പറയാൻ എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാനത് പറയരുത്, അതേ ഉള്ളൂ. അപ്പോൾ റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് റിയാക്ട് ചെയ്യണം. ഓക്കെ. ഒരു 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ധ്യ എവിടെ എത്തുമെന്നാണ് സന്ധ്യ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടാവല്ലോ നമുക്ക്? തീർച്ചയായിട്ടും എനിക്ക് 5 വർഷം ഒന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഈ 2025 മുതൽ എനിക്ക് നല്ല കാലമാണെന്ന് എനിക്ക് എന്റെ മനസ്സ് പറയുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ അങ്ങനെയാണ് പോക്കുന്നത്. 2024 വരെ എനിക്ക് കുറച്ചൊരു പ്രശ്നമുള്ള ടൈമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ചൊരു ഡിപ്രഷനിലേക്ക് പോയിരുന്നു ചില സമയത്ത്. എന്റെ ഹസ്ബൻഡ് എന്നോട് എപ്പോഴും പറയും, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? കാരണം ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഇപ്പൊ കല്യാണം കഴിച്ച പോലെ ഞങ്ങൾ നിൽക്കാം. അതായത് ഞങ്ങൾ നല്ല ഹാപ്പിയാണ്, അങ്ങനെ ഇരിക്കട്ടെ ദൈവമേ, അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ കളിച്ചും ചിരിച്ചും ഒക്കെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്നൊന്ന് മൂഡ് ഓഫ് ആകുമ്പോൾ എന്നോട് ചോദിക്കും, എന്നെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും, എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ. അപ്പൊ ഞാൻ ചിലപ്പോൾ വഴക്കുണ്ടാകും. ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സഞ്ജു തന്നെ വന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. പുള്ളിക്ക് അറിയാം എന്റെ സ്വഭാവം എങ്ങനെയാന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചലചലാന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളാ. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയ ഒരു കാര്യത്തിൽ നിന്ന് 10 കഥയിലേക്ക് പോകുന്ന ആളാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ എന്നോട് പുള്ളിയാണെങ്കിൽ അധികം സംസാരിക്കില്ല കേട്ടോ, പക്ഷെ ഞാൻ സംസാരിക്കാണ്ടിരിക്കുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. ആകെ ഒരു ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഞാനിങ്ങനെ മിണ്ടാണ്ട് മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ പുള്ളിക്ക് ദേഷ്യം വരും. ഞാൻ ചോദിക്കും എന്നോട് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പൊ ഞാൻ പറയും ഇങ്ങനെയാണ്, ഞാൻ ഭയങ്കര ടെൻഷനായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ ഒരു 5 വർഷം കഴിയുമ്പോൾ ഇതിലും അപ്പുറത്തേക്ക്, അത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ലൈഫ് എനിക്ക് ഉണ്ടാവും. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എനിക്ക് നല്ല സിനിമകൾ ചെയ്യണം, നല്ല ക്യാരക്ടർ ചെയ്യണം എന്നാണ്. ക്യാരക്ടേഴ്സാണ് എനിക്ക് ഇഷ്ടം ചെയ്യാൻ. ഞാനിപ്പോ ഇത്രയും നാൾ ചെയ്തതും അങ്ങനെ തന്നെയാണ്. ഒരു സിനിമയിൽ പോലും നായിക അങ്ങനെയിലേക്ക് ഞാൻ കാസ്റ്റിംഗ് കൊടുത്തിട്ടേ ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ പക്ഷെ വെബ് മൂവീസ് ചെയ്തിട്ടുണ്ട് 2-3 അതിൽ മെയിൻ ക്യാരക്ടറാണ്. പക്ഷെ അതൊരു നായിക പ്രാധാന്യമുള്ള സിനിമയൊന്നും അല്ല, ഒരു പെൺകുട്ടിയുടെ കഥ അങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിന്റെ കഥ പോകുന്നത്. അല്ല നായകൻ നായിക പ്രാധാന്യം അങ്ങനെയൊന്നും അല്ല. മുന്നോട്ടേക്കും എനിക്ക് അങ്ങനെ തന്നെയാണ്. 5 വർഷം കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷം ചോദിച്ചത് ഇതിനേക്കാളും ഇനിയും ചോദിക്കാം. അടുത്ത വർഷം ഇനി 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ എന്നെ ഒന്നുകൂടെ വിളിക്കൂ ഇന്റർവ്യൂ. അപ്പൊ എനിക്ക് ഇതിനേക്കാൾ അപ്പുറത്തേക്ക് എനിക്ക് വലിയ സിനിമകളെ കുറിച്ച് പറയാൻ ഉണ്ടാവും കാര്യങ്ങൾ. സന്ധ്യക്ക് മനസ്സിൽ നിന്ന് ഇതുവരെ പോവാത്ത, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ? പിന്നെ തീർച്ചയായിട്ടും അതെപ്പോഴും ഞാനിപ്പോഴും എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ചിരിക്കുന്ന കാര്യമാണ്. ഞാൻ എപ്പോഴും പറയും നമുക്ക് ഒന്നും കൂടെ ബാക്കോട്ട് പോയാലോ. എന്റെ മോൻ ചോദിച്ച പോലെ എപ്പോഴും ബാക്കോട്ടേക്ക് പോകാൻ പറ്റുമെങ്കിൽ ഏത് ടൈമിലായിരിക്കും പോകാൻ പറ്റുക എന്നുള്ളത് ഞാൻ എപ്പോഴും പറയും നമുക്ക് അങ്ങോട്ട് പോയാലോ. ഇത് എന്റെ ഫസ്റ്റ് മൂവി ലീച്ച് എന്ന് പറയുന്ന ഒരു മൂവിയാണ്. ഇപ്പൊ ഇത് റിലീസ് ആവാൻ പോകുന്നു. എന്റെ ഇതിലിങ്ങനെ പ്രൊമോഷൻ വർക്ക്സിലൊക്കെ പോകുന്നു. ഞാൻ എന്റെ ഹസ്ബൻഡ് ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആർക്കും അറിയത്തില്ല ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ കല്യാണം കഴിഞ്ഞ കാര്യം പറയരുത് എന്ന് പറഞ്ഞ സമയത്ത് അതെന്റെ ഫസ്റ്റ് മൂവിയും കൂടി. അപ്പൊ ഞാൻ പറയത്തില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്യണം. അപ്പൊ ഞങ്ങൾക്ക് ആർട്ടിസ്റ്റുകൾക്ക് താമസിക്കാൻ വേറൊരു വില്ലയാണ്, ഇവർക്ക് വേറൊരു ഹോട്ടലിലാണ്, അതായത് ടൗണിൽ തന്നെ. അന്നാണെങ്കിൽ 2ാമത്തെ കൊറോണ സമയം, ഭയങ്കര ടൈറ്റിൽ പോകുന്ന സമയം. അപ്പൊ ഈ മാസ്ക് ഒന്നും ഇടാണ്ട് നമുക്ക് ലൊക്കേഷനിൽ പോലും ഇരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ കുഴപ്പമില്ല, പക്ഷെ ബാക്കി ടെക്നീഷ്യന്മാരെല്ലാവരും അങ്ങനെ. അപ്പൊ പുള്ളി ജിമ്മിൽ ഓപ്പറേറ്റർ ആണല്ലോ. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളിപ്പോഴും ഫോണിൽ സംസാരിക്കുമല്ലോ ഇങ്ങനെ റൂമിൽ പോയി കഴിഞ്ഞാൽ. കാരണം ഞങ്ങൾ വേറെ താമസിക്കുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഒരു റൂമൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. 1-2 സാധനം വാങ്ങിക്കാൻ പുറത്തേക്ക് പോകാൻ ഞാൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു. ഞാനിത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി, ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ എനിക്കെന്താ വാങ്ങിക്കാന്ന് ചോദിച്ചു. ഞാൻ പുറത്ത് പോവാണല്ലോ, എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോവാണ് പുറത്ത്. അപ്പൊ ഫുഡും പുറത്തുനിന്ന് കഴിക്കും, ഇന്ന് ലൊക്കേഷൻ ഫുഡ് വേണ്ട പുള്ളിക്കെന്ന് പറഞ്ഞു. അപ്പൊ ഫ്രണ്ട്സ് 1-2 പേരും ഉണ്ട്. അപ്പൊ എനിക്ക് ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്കൊരു ഡയറി മിൽക്ക് വാങ്ങിച്ചാൽ മതി. അപ്പൊ നാളെ എനിക്ക് തരാൻ പറ്റുള്ളൂ, അന്ന് തരാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളൊരു റിസോർട്ടിലാണ് താമസിക്കുന്നത്. അതായത് എന്റെ വയനാട് വീടിന്റെ കുറച്ച്
കുറച്ച് മേലെ ഒരു 2 കിലോമീറ്റർ മേലെയാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത്. അവിടെ വെച്ചാണ് നമ്മുടെ ഫുൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പുള്ളിയോട് ഞാൻ പറഞ്ഞു എനിക്കൊരു ഡയറി മിൽക്ക് വാങ്ങിച്ചാൽ മതി, നാളെ തന്നാൽ മതി. അപ്പോൾ നാളെ ഇങ്ങനെ തരാം. അപ്പോൾ പുള്ളിക്ക് ഈ പറയുന്ന പോലെ ആൾക്കൂട്ടത്തിനിടയിൽ നമ്മളോടൊന്നും സംസാരിക്കുക അങ്ങനെയൊന്നും ഇഷ്ടമല്ല. പുള്ളി അങ്ങനെ ആരോടും സംസാരിക്കുന്ന ടൈപ്പല്ല. പെൺകുട്ടികളോടാണെങ്കിൽ പോലും നീ ചോദിച്ചാൽ അതിന്റെ ബാക്കി ആൻസർ പറയുന്നു തിരിഞ്ഞു അങ്ങനെ നിൽക്കുന്നു, അങ്ങനെ ഒരാളാണ്. അതെ അതെ അതെ, ഭയങ്കര അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളാണ്, ഭയങ്കര ഷൈ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊരു ബെറ്റ് വയ്ക്കാം. നാളെ എനിക്ക് എങ്ങനെയാണെങ്കിലും നാളെ വൈകിട്ടിന്റെ ഉള്ളിൽ എനിക്ക് ഈ സാധനം എനിക്ക് എന്റെ കൈ കിട്ടണം. പുള്ളി പറഞ്ഞു ഞാനതിപ്പോ എങ്ങനെ തരാ ഇങ്ങനെ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും പറ്റില്ല, എനിക്ക് തന്നേ പറ്റില്ല. കാരണം പുള്ളിക്ക് ഡയറക്ടർ മുമ്പിലൊക്കെ എനിക്ക് ഡയറി മിൽക്ക് കൊണ്ടുതരുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊരു ടെൻഷനും കൂടി ഉണ്ട്. ഹസ്ബൻഡ് വൈഫാണെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നോർമൽ എല്ലാവരോടും സംസാരിക്കുന്ന പോലെയാണ് ഞാൻ പുള്ളിയോട് സംസാരിക്കുന്നത്. സഞ്ജു പറഞ്ഞിട്ട് പോകും. എന്നാലും ഞങ്ങളായിട്ടുള്ള ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. മാസ്ക് അല്ലേ വെച്ചിരിക്കുന്നത്, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. പിറ്റേ ദിവസം ഞാനിപ്പോൾ റൂമിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുക. അപ്പം അത് തന്നെയാണല്ലോ ലൊക്കേഷൻ. പുറത്ത് കോസ്റ്റ്യൂമേഴ്സ് ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ റൂം ചേഞ്ച് അടിക്കുമ്പോൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയുന്ന സൗണ്ട് ഇത് കേൾക്കുന്നുണ്ട് ഞാൻ. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ കൂടെ. അപ്പൊ ഞാൻ എന്റെ റൂമിൽ കൂടെ തന്നെ ഗായത്രി എന്ന് പറയുന്ന എന്റെ ഒരു വേറൊരു ആർട്ടിസ്റ്റാണ്. പുള്ളി ഞാൻ പറഞ്ഞു കയ്യിൽ 2 ചോക്ലേറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അത് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ പറഞ്ഞാൽ അത് നമ്മുടെ ക്യാമറ ടീമല്ലേ, അതിൽ ഒരാളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ അല്ലേ. ശരി. ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ സഞ്ജുവിന്റെ കയ്യിൽ ഒരു പാക്കറ്റ് നിറച്ചും മിഠായി ഉണ്ട്. മിഠായി എന്ന് വെച്ചാൽ ഡയറി മിൽക്ക്, മൊത്തം ഡയറി മിൽക്കാ. അത് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞു എന്തോ അതെന്ന് വെച്ചു. പറഞ്ഞേ പിന്നെ എന്ത് ചെയ്യാനാ, ഈ സാധനം കയ്യിൽ തരുവും വേണോ എന്ന് പറഞ്ഞിട്ട് ഈ മണ്ടൻ എന്താ ചെയ്തെന്നറിയാമോ, എല്ലാവർക്കും വാങ്ങിച്ചു. എല്ലാവർക്കും വാങ്ങിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുക. ആ കൂട്ടത്തിൽ എനിക്കും കൊണ്ടു തന്നു. എനിക്ക് കൊണ്ടു തന്നിട്ട് ഞാൻ പറഞ്ഞു ഇതാണോ ഞാൻ പറഞ്ഞു കൊണ്ടുതരാൻ. ഞാൻ പറഞ്ഞു കൊണ്ടുതരാനല്ലേ പറഞ്ഞോളൂ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് ചിരി വന്നിട്ട് പാടില്ല. ഇപ്പൊ ഞാൻ പറയുമ്പോൾ ചിരിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ ആ കുറച്ച് ടൈം ഇപ്പൊ 4 വർഷം കഴിഞ്ഞു അതിന്റെ എനിക്കിങ്ങനെ ചിരി വന്നിട്ടുണ്ടല്ലോ. എനിക്ക് രക്ഷ ഉണ്ടായിരുന്നില്ല. അതും പോട്ടെ, ഇനി അടുത്ത കാര്യം എന്താണെന്നറിയാമോ, ഇത് കഴിഞ്ഞു നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഒരു ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് പാക്കപ്പല്ല ഒരു വൈകിട്ട് ആ സമയത്താകുമ്പോഴത്തേക്കും ലൊക്കേഷനിൽ പ്രൊഡ്യൂസറെ വക കേക്ക്, ഡയറക്ടറെ വക, ഞങ്ങളുടെ എല്ലാവരുടെയും വക കേക്ക്, അങ്ങനെ 3 കേക്കാണ് കട്ട് ചെയ്തത്. പുള്ളിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് പുള്ളിന്റെ ബർത്ത്ഡേ November 3 ഇത് കേക്ക് കട്ട് ചെയ്യുന്ന എപ്പോഴാ, ജനുവരിയില്. അതായത് ഓൾറെഡി ഒരു ഇത് കഴിഞ്ഞിട്ട് ജനുവരിയിലാണ് ഇപ്പൊ സംഭവം കേക്ക് കട്ട് ചെയ്യുന്നത്. 3 കേക്ക്. എന്നിട്ട് മൊത്തം അതിന്റെ വീഡിയോ ഇപ്പോഴും ഉണ്ടെങ്കിൽ വീടുണ്ട്. അപ്പൊ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളെ ഹസ്ബൻഡ് വൈഫാണ്. തീർച്ചയായിട്ടും എന്നെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടോ? അല്ല, അതിനുശേഷം എല്ലാവർക്കും അറിയാം. എന്റെ കൂടെയുള്ള 1-2 പേരോട് ഞാൻ പറഞ്ഞിട്ട്, മീൻസ് ലേഡി ആർട്ടിസ്റ്റുകൾ ഉണ്ടാവില്ല, അവരുടെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി അങ്ങനെ ക്രൂ മെമ്പേഴ്സിനോടൊന്നും പറയണ്ട. 100-ൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു, ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് അവരോടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഷെയർ ചെയ്യാറില്ല. പിന്നെ അവരൊക്കെ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്, നമ്മളായിട്ട് അങ്ങനെ ഇതില്ല. ലൊക്കേഷനിൽ വരുമ്പോൾ എല്ലാവരുമായിട്ടുള്ള സംസാരവും കാര്യങ്ങളും നമുക്കപ്പോൾ ഉള്ളൂ. ഇതാകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ശരിക്കും ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്തു. രസമായിരുന്നു. പാട്ടൊക്കെ പാടി. ആ സമയത്ത് നിസാം കാലിക്കറ്റ് എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. പുള്ളി നന്നായിട്ട് പാട്ട് പാടും. നിങ്ങൾക്ക് അറിയാമായിരിക്കും. പുള്ളി നന്നായിട്ട് പാട്ട് പാടും. പുള്ളിക്ക് പാട്ടൊക്കെ പാടി രസമായിരുന്നു ആ ലൊക്കേഷൻ. ഉണ്ടാവും. എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ലൊക്കേഷനാണ് ലീച്ച് എന്ന് പറയുന്നത് എന്റെ ലൊക്കേഷൻ. അവിടെ ഡയറക്ടർ ആണെങ്കിലും നമ്മുടെ പ്രൊഡ്യൂസർ ചേട്ടനാണെങ്കിലും അനുപേട്ടൻ എന്ന് പറയും. പുള്ളിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിലും. ചില മൂവീസിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമുക്ക് ട്രെയിനിങ് തരാനൊക്കെ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരും. ഇത് നമുക്ക് ലൈഫ് ലോങ് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെ ആക്ടിംഗ് ക്ലാസ് വരെ ഈ മൂവി തുടങ്ങുന്നതിന് മുമ്പ് 2-3 ദിവസം നമുക്ക് തന്നു. ഫൈറ്റ് സീൻസ് ഒക്കെ നമുക്ക് നേരത്തെ പഠിപ്പിച്ചു തന്നു. ഇതൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ നമുക്ക് എക്സസൈസ്. രാവിലെ എണീച്ച് ഞങ്ങൾ 5:30 ആകുമ്പോൾ എണീക്കും. എന്നിട്ട് ഞങ്ങൾ ഓടാൻ പോവും, എക്സസൈസ് ചെയ്യും. എല്ലാം രസമായിരുന്നു അവിടെ. എന്റെ ഫസ്റ്റ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മൂവിയാണത്. അതുപോലെ തന്നെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു തന്നെ പറയാം. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മൂവിയാണ്. അതുപോലെ തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം അതിനകത്ത് ഉണ്ടായി. ഈ പറയുന്ന പോലെ മീൻസ് ഈ പറയുന്ന ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് ഭയങ്കര രസമായിരുന്നത്. പിന്നീട് ഞാനത് പറയുമ്പോഴത്തേക്ക് എല്ലാവരും, ഞാൻ എന്റെ മമ്മിയോടൊക്കെ പറഞ്ഞു, സഞ്ജുയുടെ മമ്മിയോടും എന്റെ വീട്ടിൽ വന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവര് ചിരിച്ചിട്ട്, ഞാനത് പറയുന്ന സ്റ്റൈൽ തന്നെ വേറെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം ഇവൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ പേടിച്ചിട്ടേ. ഇത് മാത്രമല്ല വൈകിട്ട് എന്നിട്ട് യൂണിറ്റുകാർക്ക് ഇവന്റെ വക ചെലവ് മൊത്തത്തിൽ ഒരു 10-18,000 രൂപയോളം ചെലവായി. വൈഫിന് തരാൻ വേണ്ടിയാണ് ഇത്ര എഫേർട്ട് എടുത്തത്. അതാണ് പുള്ളിക്കാരൻ വൈകിട്ട് പോയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ചെലവും കൊടുക്കണം. അവർക്ക് വേണ്ടി എല്ലാവരും കൂടെ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു. അതിന് കുറെ ചെലവ്. എന്നോട് പറയാം, ഞാൻ പറഞ്ഞു എനിക്കൊരു ഡയറി മിൽക്ക് എന്റെ കയ്യിൽ നേരിട്ട് വന്ന് കൊണ്ടുതരണം എന്ന് പറഞ്ഞിട്ടാണോ ഇത്രയും വലിയ സംഭവം ഇത്രയും കാശ് ചെലവാക്കിയെന്ന് ചോദിച്ചു ഞാൻ. അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. എനിക്ക് സർപ്രൈസ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓരോ കാര്യത്തിനും സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ വരും. വാലന്റൈൻസ് ഡേ കഴിഞ്ഞില്ലേ, അപ്പം അതിന്റെ ഗിഫ്റ്റ് ഒക്കെ ഇതാ വീട്ടിൽ വന്നിട്ട് ഒരാള് ബൊക്കെ ആയിട്ട് വരും, അടുത്ത ആള് കുറെ ഗ്രീറ്റിംഗ് കാർഡ് ആയിട്ട് വരും. എന്റെ അമ്മോ, ഒരു കേക്കായിട്ട് വരും. കഴിഞ്ഞില്ല ഒന്നും കൂടെ വരാനുണ്ടെന്ന് പറയും വിളിച്ചിട്ട്. പുള്ളി വീട്ടിലില്ലെങ്കിൽ ഇപ്പൊ ഈ തവണ കോയമ്പത്തൂരായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറയും വെയിറ്റ് ചെയ്യും, ഒരാളും കൂടെ വരാനുണ്ടെന്ന് പറയും. ഞാൻ ഇനി എന്താ ചോദിക്കും.
അപ്പൊ അടുത്ത് കേക്കായിട്ട് വരും, ഹാപ്പി വാലന്റൈൻസ് ഡേ ബേബിമ, എന്നെ ബേബിമ എന്നൊക്കെ വിളിക്കുക. അപ്പം അതിലൊക്കെ പറഞ്ഞു വരും, നല്ല രസം ഉള്ളി. അങ്ങനെ ആണെങ്കിലും റൊമാൻറ്റിക് ആണല്ലേ, ഭയങ്കര റൊമാൻറ്റിക് ആണ്. പിന്നെ എന്താ പറയാ, നമ്മളങ്ങനെ വഴക്കുണ്ടാക്കും ഞങ്ങള്. പക്ഷെ ഞാനാണെങ്കിൽ കുറച്ച് കുശുമ്പൊക്കെ കാണിച്ചിങ്ങനെ ഇരിക്കും. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ വഴക്ക്, നമ്മൾ പെൺപിള്ളേർ എങ്ങനെയാ വഴക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ 2 ദിവസം മിണ്ടാണ്ടിരിക്കുക. എനിക്ക് അങ്ങനെയൊക്കെയാ, കുറച്ച് കഴിയട്ടെ, ദേഷ്യമൊക്കെ ഒന്ന് മാറിയിട്ടേ ഞാൻ മിണ്ടാൻ പോകുള്ളൂ. അങ്ങനെയല്ല. പക്ഷെ പുള്ളിക്ക് അങ്ങനെയല്ല, കഴിഞ്ഞ അപ്പൊ തീരണമല്ല. അതല്ലെങ്കിൽ വന്നിട്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. അതവിടെ കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ സംസാരിക്കുന്നതുകൊണ്ട് പിന്നെ വന്നിട്ട് ഇങ്ങനെ തീരും. ഞാൻ മാറി ഇപ്പൊ. അങ്ങനെ എന്റെ സ്വഭാവം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു ഞാൻ. പുള്ളിയുടെ കൂടെ വന്നപ്പോഴത്തേക്ക് ഞാൻ പകുതിയൊക്കെ ഇപ്പോഴും ദേഷ്യമുണ്ട്, ഞാനാ കാണിക്കുന്ന ദേഷ്യം. പുള്ളി എന്നാലും അങ്ങനെയല്ല, പുള്ളിക്കും ദേഷ്യം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ. തെറ്റിയാൽ മഹാ, മറ്റേ ഇത് പറയുന്ന പോലെ തെറ്റിയാൽ ഞാൻ മഹാ. അങ്ങനെയാണ്. രസമായിരുന്നു എന്തായാലും അത്. ആ ഓർമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട്, ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോ സന്ധ്യാസൻ ആക്ട്രസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വർക്ക്ഷോപ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ആക്ടിങ് ടെക്നിക്സ് ഒക്കെ നോക്കാറുണ്ട്? എനിക്കിഷ്ടമാണ് ആക്ടിങ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കാര്യം പറയാലോ, 10,000-50,000 1,00,000 രൂപയൊന്നും മുടക്കി ആക്ടിങ് ക്ലാസ്സിന് പോകാനുള്ള ഒരു സ്ഥിതിയിലായിരിക്കില്ല നമ്മളെപ്പോഴും. അങ്ങനെയാണല്ലോ. പക്ഷെ എനിക്ക് ഒരുപാട് ആക്ടിങ് ക്ലാസ് കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഏതെങ്കിലും മൂവി തുടങ്ങുമ്പോഴൊക്കെ അവരെന്ത് ചെയ്യും, 1-2 ദിവസം നമുക്ക് വേണ്ടിയിട്ട്, നമുക്ക് നമ്മുടെ കഴിവൊക്കെ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് തരും, എങ്ങനെ അത് പുറത്തേക്ക് കൊണ്ടുവരാം. ഒരു സീൻ തന്നാലും ഞാൻ ചിലപ്പോൾ അഭിനയിക്കാം. അപ്പൊ ചിലപ്പോൾ ഇനി ഒന്ന് ഉറക്കെ കരയാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ആ ഒരു, ഇപ്പോൾ ഒരു ഓഡീഷൻ, ഞാൻ ഓഡീഷന് പോകാത്ത മിക്ക കാരണം അതാണ്. എനിക്ക് ക്യാമറയുടെ മുമ്പിൽ എനിക്ക് എന്ത് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ചെയ്യും എന്നുള്ളത്. പക്ഷെ എനിക്ക് ഓഡീഷന് പോയാൽ എനിക്കത് പറ്റത്തില്ല. കാരണം അവരൊരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് തരും, ഡയലോഗ് ഉണ്ടാവും. അപ്പൊ നമ്മൾ നമ്മളതായിട്ടുള്ള രീതിയിൽ നമ്മൾ അവിടെ ചെയ്യണം. പക്ഷെ ഓഡീഷന് പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഒരു ചെറിയൊരു സബ്ജക്ട് തരും, അത് നമ്മളായിട്ട് നമ്മൾ ഉണ്ടാക്കണം, അതിന്റെ സ്ക്രിപ്റ്റ് നമ്മൾ ഉണ്ടാക്കണം, അവിടെ പോയി അഭിനയിക്കണം. അപ്പൊ ചിലപ്പോൾ അവർ എഴുതുന്ന പോലെ ആയിരിക്കില്ല അവിടെ, അപ്പൊ അവർക്ക് അത് കണക്ട് ആവത്തില്ല. അപ്പൊ എനിക്ക് പല ഇതിലും ഓഡീഷന് ഞാൻ സെലക്ട് ആയിട്ടുള്ളതുണ്ട്, ഇല്ലാത്തതും എന്നെ വിളിക്കാത്തതുകൊണ്ട് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അങ്ങനെ റിജക്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ചിലപ്പം എന്തെങ്കിലും കാരണങ്ങളായിരിക്കും, ചിലപ്പം അവരെ പറ്റിയ കാണാൻ ആ ഒരു ലുക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അഭിനയിക്കാൻ ആ സമയത്ത് ഇങ്ങനെ ഒരു അപ്പിയറൻസ് വേണം. കാരണം ഇനിയിപ്പോ എന്റെ അച്ഛൻ ഒരു മൂവി എടുക്കുകയാണെങ്കിൽ പോലും ഒരു കഥ കൊണ്ട് കൊടുത്ത് എനിക്ക് അഭിനയിക്കാൻ പറ്റിയ സാധനം അതിനകത്തില്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് അതിൽ ടെൻഷൻ ഒന്നുമില്ല, എനിക്ക് കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ ഒന്നുമില്ല. ഇൻസ്പയർ ചെയ്ത ഒരു ആക്ടർ ഓർ ആക്ട്രസ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഈ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ നോക്കുന്നത്. ലെന ചേച്ചി എന്ന ക്യാരക്ടേഴ്സ് ഒക്കെ എനിക്ക് ഇഷ്ടം, കുറച്ചുകൂടെ മുന്നേ ഉള്ളത്. പിന്നെ അങ്ങനെ ക്യാരക്ടേഴ്സ് നോക്കുന്നത് ഉണ്ടാവില്ലേ, ഏത് ക്യാരക്ടറും എനിക്ക് ഒരുപാട് ആക്ടേഴ്സിനെ പോലെ എനിക്ക് ചെയ്യണമെന്ന്, മീൻസ് അവർ ചെയ്യുന്ന ക്യാരക്ടർ പോലെ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒത്തിരി പേരുണ്ട്, ഇന്നാളെന്നൊന്നുമില്ല. അതുപോലെ തന്നെ എല്ലാ ആക്ടേഴ്സിനും ഇഷ്ടമാണ്, അവർക്കും അവരുടേതായിട്ടുള്ള കഴിവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, ഏത് സിനിമയാണെങ്കിലും അങ്ങനെ. അപ്പോൾ അതുപോലെ ഒത്തിരി ക്യാരക്ടേഴ്സ് ചെയ്താൽ കൊള്ളാവുന്ന ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്, പലതും തോന്നിയിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആകുമായിരുന്നു എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ഇപ്പൊ 1-2 സിനിമയിൽ എനിക്ക് പറഞ്ഞ ക്യാരക്ടർ വേറൊരു കുട്ടി ചെയ്തെന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പറയണ്ട, ശരിയല്ല. അപ്പം ചിലപ്പോ അവര് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ എന്നെ കീറി അടിക്കാൻ വരും. അപ്പൊ അത് പറയണ്ട, അത് നല്ലതല്ല. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. കാരണം ഇന്ന കാരണം കൊണ്ട് ഞാൻ അതിനകത്ത് നിന്ന് റിജക്ട് ചെയ്തിട്ട് പോയിട്ട് അതിനേക്കാൾ താഴ്ന്ന രീതിയിൽ അവിടെ പോയിട്ട് അഭിനയിച്ചിട്ട് എനിക്ക് കൊള്ളത്തില്ല. കാരണം എന്റെ അഭിപ്രായം മാത്രമായിരിക്കില്ല, തൊട്ടപ്പുറത്ത് നിന്ന് ആൾക്കാരാണെങ്കിലും പറയും, എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും ചിലപ്പോൾ പറയും, നീ ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യലോടി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്. അപ്പൊ എനിക്ക് തോന്നുന്നു ശരിയാണ്. അപ്പൊ ഞാൻ ആലോചിക്കുമല്ലോ, എനിക്ക് ഇവിടെ ഈ ഒരു സംഭവം വന്നാൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഒരു സെലിബ്രിറ്റി ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ സോഷ്യൽ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഇല്ലേ? നമുക്ക് പുറത്തൊക്കെ പോകാനായിട്ട് കുറച്ച് പ്രൈവസിയുടെ ഇഷ്യൂസ് ഒക്കെ വരും. സന്ധ്യ എങ്ങനെയാണ്, ഒരു സോഷ്യൽ ബട്ടർഫ്ലൈ ആണോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രൈവറ്റ് ലൈഫ്? എനിക്ക് എപ്പോഴും പ്രൈവറ്റ് ലൈഫ് ഇഷ്ടം. പക്ഷെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ കാണുമ്പോൾ അയ്യോ ഇന്ന സിനിമയിൽ അഭിനയിച്ച ആളെന്ന് പറഞ്ഞാൽ ഓടി വരും, അങ്ങനെ ഇഷ്ടമാണ്. പക്ഷെ ഇതൊരു ലിമിറ്റ് വേണം എല്ലാത്തിനും. നമുക്കിങ്ങനെ എനിക്കിപ്പോ ആ ഒരു ഇതിലേക്ക് എനിക്ക് ആ സ്റ്റേജ് വന്നിട്ടില്ല, ഇനി വരുമായിരിക്കും, വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം 5 വർഷം വരെ എനിക്ക് കാത്തിരിക്കാനുള്ള ശേഷിയില്ല. എനിക്ക് എന്തായാലും എനിക്ക് ഈ വർഷം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് എനിക്ക് എന്തായാലും അതിൽ പിടിക്കണം. അതെ, ഇപ്പൊ നമ്മളൊരു ഫാമിലി ആയിട്ട് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഹോട്ടലിൽ പോയിരുന്ന ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആ സ്റ്റേജിലേക്ക് വരാത്തതുകൊണ്ടാണ് എനിക്കത് എനിക്ക് ഫീൽ ആവാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ബാക്കിയുള്ളവർ പറയുന്നത് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് നേരിട്ടും പറഞ്ഞിട്ടുണ്ട്, ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് പ്രശ്നമാണെന്ന് പറയാം, നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ സെൽഫി എടുക്കാൻ വരുന്നു, നമുക്കൊരു റെയിൽവേ സ്റ്റേഷനിൽ
പോലും പോകാൻ പറ്റില്ല. അവിടെയൊക്കെ അതും ഇവരൊക്കെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഈ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ക്ഷീണമാവും, ഇങ്ങനെ ഒരുമാതിരി കോലത്തിലൊക്കെ ആയിരിക്കും. ഞാനൊക്കെ ട്രാവൽ ചെയ്യാൻ പോവാണ്, ഞാൻ ബസ്സിലും അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എന്റെ ഇങ്ങനത്തെ കോലത്തിലൊന്നും ആയിരിക്കില്ല. ഇവിടെ വന്നിരിക്കുന്നവർ ചിലപ്പോൾ ഞാൻ ഈ സാരി എടുത്തേക്കാം, പൊട്ട് ഇട്ടേക്കാം, ലിപ്സ്റ്റിക് ഇട്ടേക്കാം. ലിപ്സ്റ്റിക് പുറത്ത് പോകില്ല, എന്നാലും പോലും ഒരു ട്രെയിനിൽ പോകുമ്പോൾ നമ്മുടെ വേഷം എങ്ങനെ ആയിരിക്കില്ല. നമ്മൾ ചിലപ്പോൾ ലിപ്സ്റ്റിക് മാത്രം ഇട്ട് അല്ലെങ്കിൽ ഡ്രസ്സ് ചുമ്മാ ഒരു സാധനം ഇട്ട് ഓടി പോയി പോകുന്ന ആ സമയത്തൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് സെൽഫി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മോശമല്ലേ. ഇതുകൊണ്ട് ഇവർ അവിടെ എടുക്കുക പോസ്റ്റ് ചെയ്യില്ലേ. അതുപോലെ ഓരോ ആർട്ടിസ്റ്റുകൾ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, എന്റെ കോലം നല്ലതല്ല ഇങ്ങനെയാന്ന് പറഞ്ഞാൽ അവരും എടുത്തില്ല. നമ്മൾ അറിയാണ്ട് പോലും നമ്മളെ പുറകെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുണ്ട്. ആക്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ മൊബൈൽ വന്നിട്ട് 4 പാടും മൊബൈലായിരിക്കും. എന്തിനൊരു മരണ വീട്ടിൽ ചെന്നാൽ പോലും അവർ ഈ മൊബൈൽ എടുത്തിട്ട് കണ്ടില്ലേ ഇന്ന ആള് കരയുന്നത് കണ്ടില്ലേ, എന്തോ തേങ്ങി കരച്ചിൽ, ഇതൊക്കെയാണ് അവരുടെ സംസാരം. എനിക്കതിലൊന്നും യാതൊരു യോജിപ്പില്ല. അത് മാത്രമല്ല ലിപ്സ്റ്റിക് ഇട്ടോണ്ട് എന്താ മരണ വീട്ടില് ലിപ്സ്റ്റിക് ഇട്ടോണ്ട് അങ്ങനെയൊക്കെ പറയും, തീർച്ചയായിട്ടും പറയും. നമ്മള് ശരിയാണ്, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോകണം. ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ഇന്റർവ്യൂവിന് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ എനിക്കറിയാം ഞാൻ എങ്ങനെ ഒരുങ്ങണം, ഞാൻ എങ്ങനെ നിൽക്കണം എന്നറിയാം. ലിപ്സ്റ്റിക് ഒന്നും ഇടാണ്ട് ഞാൻ ചുമ്മാ ഒരു നോർമലായിട്ടൊരു കുർത്തിയിട്ടിട്ട് ഇവിടെ വന്നിരുന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കുറവ് എനിക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ജീൻസും ടോപ്പും അല്ലെങ്കിൽ വലിയ പട്ടുസാരിയും കൊടുത്ത് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. അത് അവിടെ പോകേണ്ട രീതിയിൽ നമ്മൾ പോകണം, അതാണല്ലോ കാര്യം. കണ്ടിട്ടില്ലേ എല്ലായിടത്തും ഈ വൈറ്റ് ഡ്രസ്സ് ബ്ലാക്ക് ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ടാണല്ലോ പോവുക. ഞാൻ അങ്ങനെ തന്നെ ഇതാണ് കേട്ടോ. ഒരു സ്റ്റേജിൽ കയറുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് ഞാൻ ചൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ എനിക്ക് പറഞ്ഞത് എന്റെ അനിയത്തിയാണ് കേട്ടോ. എന്റെ അനിയത്തി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, നീ ഇങ്ങനെ ചെയ്യുക. കാരണം അനിയത്തിയാണോ അഡ്വൈസ് തരുന്നത്? ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഇന്നലെ ഞാൻ വിളിച്ച് അവളോട് പറഞ്ഞാണ് ഞാൻ ഇങ്ങനെ പോവാണ് കേട്ടോ, എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് ഇങ്ങനെ. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് കാര്യം പറഞ്ഞത്. അപ്പൊ അവിടുത്തെ ഞാൻ ചോദിച്ചു, എനിക്ക് 1-2 കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അവള് ചോദിച്ചു, അവളാണ് എനിക്ക് പറഞ്ഞു തന്നെ ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ ചെയ്യും. ഒരു ഡ്രസ്സ് ഇപ്പൊ ഒരു ഫംഗ്ഷന് ഞാൻ പോകുമ്പോൾ ഡ്രസ്സിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിലും അവളെ എനിക്ക് പറഞ്ഞുതരാം. അതിന് ഇന്ന ഓർണമെന്റ്സ് വെയർ ചെയ്യുന്നേ, അല്ലെങ്കിൽ ഇന്ന സാരി, അല്ലെങ്കിൽ ഇന്ന ഇത് ചെയ്യ്, ഇങ്ങനെ മുടികെട്ട്, അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിൽ പോയത് ഇങ്ങനെ ചെയ്യണം. ഇപ്പൊ മുന്നേ ഞാൻ ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് ഞാനൊരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. വാസ്തു ഒക്കെ പറയുന്ന നിശാന്ത് എന്ന് പറയുന്ന ഒരു ചേട്ടനെ ഇന്റർവ്യൂ ചെയ്തത്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ അത് ചെയ്യേണ്ടത്, എന്തെങ്കിലും കുറയ്ക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്താ ശ്രദ്ധിക്കേണ്ടത് ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ എപ്പോഴും ചിരിച്ച് സംസാരിക്കുന്ന ആളാണ്, എപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ടായിരിക്കാം. ഇപ്പം പുറത്തു പോയാലും എനിക്ക് അറിയാത്ത ഒരാളെ കണ്ടാലും ഞാൻ നേരെ അങ്ങോട്ട് കയറി ചിരിക്കും. ചുമ്മാ സംസാരിക്കൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നടക്കുന്ന വഴിക്ക് ഇങ്ങനെ ഞാൻ ജസ്റ്റ് ചിരിക്കും. അപ്പൊ പണ്ട് ഇവിടെ എന്റെ അടുത്ത് ചോദിക്കാതെ ചെറുപ്പത്തില് അതാരാ, അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. നീ എന്തിനു ചിരിച്ചേ? ഞാൻ പറഞ്ഞു ചുമ്മാ ചിരിച്ചതാ. അവര് ചിരിച്ചിട്ടൊന്നുമല്ല, ഞാൻ ചിരിച്ചാലും അവർ ചിരിക്കണ്ടാവുള്ളൂ. അറിയാത്ത ആളോട് ചിരിക്കുന്നോട് പറഞ്ഞിട്ടില്ല, ഇതൊക്കെ ഭയങ്കര മോശം കേട്ടോ എന്നൊക്കെ എന്നോട് പറഞ്ഞത് പണ്ട് ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എപ്പോഴും ഞാൻ പറയുന്ന പോലെ എപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ എപ്പോഴും ചിരിച്ച് സംസാരിക്കും. ഞാൻ ഈ പറയുന്ന പോലെ ഇടയ്ക്ക് മാത്രമേ ഇങ്ങനെ ഉള്ളെന്നുള്ളൂ. ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളെന്നോട് പറയും, നീ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം ചോദിക്കുകയാണെങ്കിൽ, അവർ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് ശാന്തമായിരുന്നു കേൾക്കുക, അതെന്താണ് അവർ ചോദിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ആൻസർ മാത്രം കൊടുക്കുക. ഇങ്ങനെ പറയാണ്ട് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം. അതുപോലെ ആയിരിക്കില്ല ഞാനൊരു വേറൊരാളെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ എന്നോട് അത് ശ്രദ്ധിക്കണം. പിന്നെ ആവശ്യമില്ലാതെ എല്ലാ കാര്യത്തിലും ചിരിക്കരുത്. അത് ഓരോ ആളിനനുസരിച്ചായിരിക്കാം. ഇപ്പൊ ഞാനൊരു ആക്ട്രസിനോടാണ് സംസാരിക്കുന്നെങ്കിൽ ഞങ്ങൾ കളിച്ച് ചിരിച്ച് സംസാരിക്കാം നമുക്ക്. പക്ഷെ അതുപോലെ ഞാൻ വേറൊരാൾ ഇപ്പൊ പുള്ളിക്കാരോട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ ആണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നെങ്കിൽ എനിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. സീനിയോറിറ്റി അനുസരിച്ച് ഞാൻ അതിനനുസരിച്ച് സംസാരിക്കണം എന്ന് അവളെന്നോട് പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് അഡ്വൈസ് എനിക്ക് തരാറുണ്ട്. അതെ, തീർച്ചയായും. അവള് മാത്രമല്ല അവളുടെ ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് കിങ്ങിണി എന്നാണ്. എനിക്ക് കിങ്ങിണി എന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേര്. എനിക്ക് കിങ്ങി എന്നാണ് എന്നെ രാഹുൽ വിളിക്കുക. രാഹുൽ എന്ന് പറയുന്നത് എന്റെ അനിയത്തിയുടെ ഹസ്ബൻഡാണ്. അവനോട് പറയും കിങ്ങേ ഇങ്ങനെ ചെയ്യ്, കിങ്ങി നീ നീ അങ്ങനെ ചെയ്യ്, അത് നല്ലതായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ഹസ്ബൻഡും അങ്ങനെ തന്നെയാ കേട്ടോ. ഓരോ കാര്യങ്ങളും നിനക്ക് ഇന്ന് ചേരുവാണെങ്കിൽ ഞാൻ ചോദിക്കും സഞ്ജു ഇത് ഓക്കെ ആണോ, അത് കുഴപ്പമില്ലല്ലോ. അപ്പൊ പറഞ്ഞാൽ ഓക്കെ. ഞാൻ പറഞ്ഞു സഞ്ജു തന്ന് ഏത് സാരി കൊടുക്കണ്ടേ, ഇതല്ലേ, അപ്പൊ ഒരു സിമ്പിൾ ആയിട്ടുള്ള സാധനം ഇട്ടാൽ മതി, അല്ലെങ്കിൽ അതങ്ങനെയാണ്. അങ്ങനെയൊക്കെ പറയാൻ ആൾക്കാരുണ്ട്, എനിക്ക് ഇഷ്ടംപോലെ. അടിപൊളി. ഞാൻ എനിക്ക് അറിയാമെങ്കിൽ പോലും ഞാൻ അവരോട് ചോദിക്കും. അപ്പൊ ഞാനിട്ട് ചിലപ്പോൾ ശരിയല്ല, നീ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ഒരാൾ ചോദിക്കാൻ പാടില്ലല്ലോ. അപ്പൊ വേറൊരാൾ പറഞ്ഞിട്ട് അവർക്ക് ഇപ്പൊ ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ എനിക്കല്ല അത് ഭംഗി തോന്നിക്കുക, നിങ്ങൾക്കാണ് തോന്നിക്കേണ്ടത്. പുറത്തുള്ള ആൾക്കാരെ കാണിക്കാണ് ഡ്രസ്സ് ചെയ്യുന്നത്. ഡ്രസ്സ് എനിക്ക് വേണ്ടി ഇടുന്നെങ്കിൽ പോലും ഭംഗി കാണിക്കേണ്ടത് നിങ്ങളെയാണ്, ഞാനല്ലല്ലോ അത് ഭംഗി ആസ്വദിക്കേണ്ടത്, നിങ്ങളാണ് ആസ്വദിക്കേണ്ടത്. അപ്പൊ ഞാൻ അവരുടെ ചോദിക്കും, അപ്പോൾ പറയും ഇത് നിങ്ങൾക്ക് ഭംഗിയാട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിട്ടിട്ട്. അവിടെ ഒരാൾ പറയുമ്പോഴാണ് നമുക്ക് സന്തോഷമാവുക. ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് ആ കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതെ. ഫിറ്റ്നസ് ഒക്കെ എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എന്നെ ശരീരം ശ്രദ്ധിക്കുന്ന ആളൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ പണ്ട് മെലിഞ്ഞിട്ടായിരുന്നു. അപ്പൊ ഞാൻ ശരിക്കും നല്ല ഫുഡ് കഴിക്കുന്ന ആളായിരുന്നു.
നല്ലോണം ഫുഡ് കഴിക്കും. എനിക്ക് ചോറാണ് ഏറ്റവും ഇഷ്ടം. ഈ ചോറ്, മീൻകറി, അല്ലെങ്കിൽ കഞ്ഞി, തലേ ദിവസത്തെ ചോറൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ നല്ല അച്ചാറും പഴങ്കഞ്ഞി അതൊക്കെ ഇട്ട് നല്ല വെള്ളത്തിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറ് എത്ര കഴിച്ചാലും എനിക്ക് മതിയല്ല. രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അമ്മ ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ചോറ് വേണം. ഞാൻ ചോറ് കഴിക്കും. അവർക്ക് ചോറ് വേണമെന്ന് പറയും. ഞാൻ എവിടെ പോയാലും അവർക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് കഴിക്കും. ഇത് 3 നേരം കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? എല്ലാം സത്യമാണ്. പക്ഷെ എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് ഒരു ദിവസം എനിക്ക് ഒരു നേരം അരിഭക്ഷണം കഴിച്ചില്ല ഞാൻ കിടന്നിട്ട് ഇങ്ങനെ ഷിവറിയാൻ തുടങ്ങും. പറ്റത്തില്ല എനിക്ക് ചോറില്ലാണ്ട് ഒരു ദിവസം പോലും പറ്റത്തില്ല. എല്ലാരും പറയും നീ ഇത്രയും ഇങ്ങനെ ചോറ് കഴിച്ചിട്ട് നീ എന്താ തടിക്കാത്തേ? അത് ഇത്രയും തടിയില്ല എനിക്ക്. ഇപ്പൊ എനിക്കൊരു പാകത്തിനുള്ള തടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിലും ചിലപ്പോൾ ഇനിയും കൂടാം കുറയാം അങ്ങനെയൊക്കെ ഞാൻ പെട്ടെന്ന് ഇപ്പൊ കുറയും. പണ്ട് മെലിഞ്ഞിരിക്കുന്നതായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഓവർ തടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ തന്നെ 56 ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് പ്രസവമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 52 അതിൽ തന്നെ ഞാൻ നിന്നിരുന്നത്. അങ്ങനെ ഒരു തടി എനിക്ക് വന്നിട്ടില്ല ഇതുവരെ. പിന്നെ അതിനുശേഷവും എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് നന്നായിട്ട് മെലിഞ്ഞു. ഒരു 3 വർഷം മുന്നേ നന്നായിട്ട് മെലിഞ്ഞു. കഴിഞ്ഞപ്പോഴത്തേക്ക് അതും കഴിഞ്ഞ് ഒരു 1.5 വർഷം മുന്നേ എനിക്കൊരു ഡെങ്കു വന്നു. ഡെങ്കു വന്നപ്പോഴത്തേക്കും ഞാൻ ഹാർട്ടിലെ ലെൻസിലൊക്കെ ഫ്ലൂയിഡ് കയറി, ബ്ലഡിലെ ബാക്ടീരിയ ഇൻഫെക്ഷൻ ആയി. ഞാൻ കുറച്ച് ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്നു. കുറച്ച് നാള് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തട്ടിപ്പോണ്ട അവസ്ഥയൊക്കെ വന്നതാണ്. അങ്ങനെ ഒരു ദൈവം ഉണ്ടതുകൊണ്ട് എന്റെ വീട്ടുകാരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് മാത്രം ഒത്തിരി പേര് സപ്പോർട്ട് നന്നായിട്ട് കുറഞ്ഞു. പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഞാൻ ആകെ ഭയങ്കര പ്രശ്നത്തിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ ഹസ്ബൻഡൊക്കെ ആ സമയത്ത് എന്നെ കൂടെ നിന്നിട്ട് എന്റെ A to Z കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ആ ഹോസ്പിറ്റലിലെ ആൾക്കാരും എന്റെ ഹസ്ബൻഡും ഒക്കെയാണ് കൂടെ നിന്ന് ചെയ്തത്. ഇപ്പൊ നമ്മള് പറയാറില്ലേ, നമ്മൾ ഈ നഴ്സുമാരൊക്കെ മാലാഖമാരെന്ന് എപ്പോഴും പറയാറില്ലേ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് അനുഭവത്തിൽ വന്നപ്പോഴാണ് അത് മനസ്സിലാവുന്നത്. സത്യമാണത്. പേരെടുത്ത് പറയണം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ ഹാർട്ടിന്റെ അത് കാണിച്ചുകൊണ്ടിരുന്ന ബ്ലെസ് എന്ന് പറയുന്ന ഡോക്ടറാണ്. നമ്മുടെ വൈറ്റിലുള്ള വെൽകെയർ എന്ന് പറയും ഹോസ്പിറ്റൽ, അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്റെ ലെൻസിന്റെ കാര്യം നോക്കിയിരുന്നത് നമ്മുടെ മാത്യു ഡോക്ടറാണ്. രണ്ടുപേരും നമ്മുടെ കൊച്ചുകുട്ടികളെ പോലെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ റൂമിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് സന്ധ്യക്കുട്ടി ഇന്ന് കുറച്ച് ഉഷാറാണല്ലോ, പിന്നെ എന്നെന്ത് പറ്റി, ഭയങ്കര ടെൻഷൻ ആണല്ലോ, എന്ത് പറ്റി, എന്താ ഭക്ഷണം കഴിച്ചില്ലേ, അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യാൻ വന്നോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ നമ്മുടെ മക്കളോട് സംസാരിക്കില്ലേ അതുപോലെ സംസാരിക്കും. പിന്നെ നമ്മുടെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലൊക്കെ ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ട് എന്റെ പകുതി അസുഖം ശരിക്കും പറഞ്ഞാൽ ആ ഹോസ്പിറ്റലുകാർ എന്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന രീതിയും ഈ പറയുന്ന പോലെ നഴ്സുമാരാണെങ്കിലും ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ വെയിനൊന്നും എനിക്ക് കാണില്ല. അവസാനം കാലില് വരെ കുത്തിയിട്ട് ഇരിക്കേണ്ട അവസ്ഥ. ഞാൻ ഇങ്ങനെ കിടക്കുള്ളൂ. ഞാൻ കരഞ്ഞിട്ട് എന്റെ കണ്ണുനീര് ഇങ്ങനെ വരുന്നതാണ്. ഇപ്പൊ ഞാൻ ചിരിച്ചു പറയുന്നത് നോക്കണ്ട, ഞാൻ അനുഭവിച്ചത് എനിക്ക് അങ്ങനെയാണ് ഞാൻ അനുഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ എന്നെ കാണാൻ എന്റെ ശരീരത്തിൽ ഫ്ലഷ് ഒന്നും ഇല്ലായിരുന്നു, വെയിൻ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് കാണാം. പക്ഷെ കിട്ടത്തില്ല, സാധനം കിട്ടത്തില്ല. നഴ്സുമാരൊക്കെ താഴ്ന്നു പോയിട്ട് ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു നഴ്സ് ഉണ്ട് അവിടെ, എനിക്ക് പേര് ഓർമ്മയില്ല. അവരെ വിളിച്ചുകൊണ്ട് വരും. അവർക്കാണ് എന്റെ അതിൽ നിന്ന് കിട്ടുന്നത്. എന്നെ വിളിച്ചുകൊണ്ട് വന്ന് അവരാണ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേദനിച്ചിട്ടേ കുത്തിയിട്ട് കിട്ടാൻ വേണ്ടി വരുമ്പോഴേക്കും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത്രയും ബൾജായിട്ട് വരും സാധനം. ഇപ്പോഴും ഇത് കുത്തിയേണ്ട ഓർമ്മയാണ് എനിക്ക് ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് 1.5 മാസത്തിന് ശേഷം ഡിസ്ചാർജ് ഒക്കെ ആയി. പിന്നെ ഫുള്ള് റെസ്റ്റ് ആയിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞു കുറേ നാളൊന്നും ചെയ്യണ്ട, മെഡിസിൻ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ലോണം റെസ്റ്റ് എടുത്ത് ശരീരമൊക്കെ നോക്കണം എന്നോട് പറഞ്ഞായിരുന്നു. കുറച്ച് നാളത്തേക്ക് പനിയൊന്നും വരാൻ പാടില്ല, ഒരു 3-5 വർഷം തന്നെ ഇരിക്കണം, പനിയൊന്നും വരാൻ പാടില്ല. എനിക്ക് എല്ലാ വർഷവും ഞാൻ വാക്സിൻ ഒക്കെ എടുക്കുന്നുണ്ട് വരാതിരിക്കാനൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ നോക്കി പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റാത്തോണ്ടേ കഴിക്കുന്നുണ്ട്, പക്ഷെ ഒക്കെ വോമിറ്റ് ചെയ്യും നമ്മള്. നമുക്കൊന്നിനും ഒരു താല്പര്യം തോന്നില്ല. അത് കഴിഞ്ഞ് വീട്ടിലൊന്ന് റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കങ്ങ് ആക്രാന്തായി. ഫുഡ് എന്ത് കാണാണെങ്കിലും നമുക്കങ്ങോട്ട് കഴിക്കാൻ തോന്നും. വണ്ണം വെച്ചില്ല, എന്നിട്ട് ആ വണ്ണം വെച്ചത് പറഞ്ഞു വന്നത്. പിന്നെ വീട്ടിലിരുന്ന് ഞാൻ ഫുഡ് കഴിച്ചിട്ട് പിന്നെ എന്ത് കഴിച്ചാലും പച്ചവെള്ളം കുടിച്ചാലും ഞാൻ തടിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്തോ കുറച്ച്, കാരണം വെറുതെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും ഈ പൊണ്ണത്തടി ആവണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്തു. കുറച്ച് ഒരു 3 മാസേ പോയുള്ളൂ. പാകത്തിലുള്ള ഒരു തടിയും ഇതൊക്കെ വന്നു. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്റെ ഫീൽഡ് ഇങ്ങനെയാണ്, അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, കുറെ നാൾ ടൈം ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് വർക്ക്ഔട്ട് ചെയ്തതിന് കൂടെ തന്നെ നമ്മളിങ്ങനെ കഴിച്ചാൽ ഡയറ്റ് കീപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം ഞാൻ നോക്കിയുള്ളൂ. 3 മാസം കഴിഞ്ഞ് എനിക്ക് കാര്യം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഫിറ്റ്നസ് നോക്കാണ്ട് ജിമ്മൊക്കെ നിർത്തി ഞാൻ എന്റെ കാര്യം നോക്കി. ഇപ്പൊ അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നത്. എന്റെ ശരീരം നോക്കുന്ന അങ്ങനെയാണ്. പക്ഷെ എന്നാലും ഈ പറയുന്ന പോലെ ചോറ് നിർത്താൻ എനിക്ക് പറ്റത്തില്ല. പക്ഷെ ഇപ്പൊ ചോറ് കുറച്ച് കുറവായി, കാരണം വയറൊക്കെ ചാടുന്നോണ്ട് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ, നമ്മുടെ ശരീരം നമ്മൾ ശ്രദ്ധിക്കാണ്ട് പറ്റത്തില്ല. അപ്പൊ കുറച്ചു എന്നാലും ഒരു നേരമെങ്കിലും ഞാൻ കഴിക്കും. ഉച്ചയ്ക്കാണ് എനിക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഉച്ചയ്ക്ക് ഫുഡ് നന്നായിട്ട് കഴിക്കണം. എനിക്ക് ചോറ് വേണം. എവിടെ പോലും ഇപ്പൊ ലൊക്കേഷനിൽ പോകണമെങ്കിൽ രാത്രിയിൽ ഫുഡ് തരുമ്പോഴത്തേക്ക് ഞാൻ പറയും എനിക്ക് കഞ്ഞി മതി എന്ന് പറയും. രാത്രി ചപ്പാത്തിയും ചിക്കനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ പറയും അത് വേണ്ട, എനിക്ക് കഞ്ഞി മതി, അവരെ തരും എന്തെങ്കിലും ആണെങ്കിലൊക്കെ കഴിക്കാം. അങ്ങനെയാണ് ഇപ്പൊ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ സീരിയസ് ആയിട്ടുള്ള സംസാരിച്ചിട്ട് നമുക്ക് കുറച്ച് ഫണ്ണാവാം. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് പെട്ടെന്ന് ആൻസർ പറയണം. ഓക്കെ, ആലോചിക്കാൻ പാടില്ലേ? അങ്ങനെയല്ല, ആലോചിച്ചോ, പക്ഷെ അധികം സമയം എടുക്കരുത്. അത്രേ ഉള്ളൂ. ഒരു സൂപ്പർ പവർ കിട്ടുകയാണെങ്കിൽ ഏത് വേണം, എന്തുകൊണ്ട്? ഒരുപാട് ആലോചിക്കാൻ പാടില്ല. സൂപ്പർ പവർ കിട്ടുകയാണെങ്കിൽ ശരി, എന്റെ മോൻ ഏറ്റവും ഇഷ്ടമുള്ള സ്പൈഡർമാൻ ആവണം.
എന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്റെ മോന് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ട്. സ്പൈഡർമാനായി അവൻ ഇന്നതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ചെയ്തു കൊടുക്കണം അവന്. മറ്റേ വലയ്ക്ക് ഇങ്ങനെ വലയ്ക്ക് ഇങ്ങനെ ഇട്ട് കുറെ എണ്ണത്തിനെ പിടിക്കണം എന്നൊക്കെ അവൻ പറഞ്ഞ് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവൻ ഈ പറയും സെയിം ക്വസ്റ്റ്യൻ എന്റെ മോനോട് ചോദിക്കാറുള്ളതാ. ദൈവമേ. ഓക്കെ, ഇനി ഒരു ദിവസത്തേക്ക് വേറൊരു ക്യാരക്ടർ ആവാൻ ഒരു ചാൻസ് കിട്ടുകയാണ്. ഒരു ആക്ട്രസ് ആരെ ചൂസ് ചെയ്യും? ഒരു ആക്ട്രസ് ആവാൻ ഒരു ദിവസത്തേക്ക് ഫുൾ ഡേ. റീസണും പറയണേ. റീസൺ പറയണം. ആര് ചൂസ് ചെയ്യും? ഞാനിതൊന്നും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരു ആക്ട്രസ് തന്നെയാണോ? ഒരു ആക്ടർ ആവണം? ഓക്കെ, തീർച്ചയായിട്ടും എനിക്ക് മനസ്സിൽ തോന്നുന്നത് ഒന്നല്ലെങ്കിൽ ഒരു ആക്ടർ കൂടി ഒരു ഡയറക്ടർ ആവണം. കാരണം ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രി ആണല്ലോ. പൃഥ്വിരാജിനൊക്കെ പോലെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരനെ പോലെ ഒരു ഡയറക്ടർ. പുള്ളി ഡയറക്ടറും കൂടിയാണല്ലോ, ആക്ടറും കൂടിയാണ്. അതുപോലെ പാട്ട് പാടും എല്ലാം ഉള്ള ഒരാളായിരിക്കണല്ലോ. അപ്പൊ ആ ഒരു ദിവസം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണം. ഒരു ദിവസം കൊണ്ട് എല്ലാം ചെയ്യണം. അതായത് ഒരു ഡയറക്ടർ ആയി കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാമല്ലോ. സിനിമയുടെ എനിക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ ഞാനെല്ലാം ചെയ്യണമല്ലോ. അതൊക്കെ ഞാൻ ചെയ്തു വെക്കുക ഒരു ദിവസം കൊണ്ട്. ഇപ്പൊ എനിക്ക് അതാണ് ആവശ്യം. അല്ലാണ്ട് എനിക്ക് ഒരു ദിവസം കൊണ്ട് ഒരു ആക്ടർ എന്ന് വെച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഏത് ആക്ടറായാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്ടർ ഞാൻ നൈസായിട്ട് വിളിച്ചാൽ അതായി കഴിഞ്ഞാൽ അവിടെ വെച്ച് ഞാൻ ചിലപ്പോൾ ഇനി അടുത്ത പാടം ശരി ഇനി നാളത്തേക്ക് ഞാൻ തന്നെ ആയി കഴിഞ്ഞാൽ എനിക്ക് ചെയ്യണമല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാലോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോണം, ഏത് സ്ഥലമായിരിക്കും? ഡെസ്റ്റിനേഷൻ ഏതായിരിക്കും? ന്യൂസിലാൻഡ്. ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് ആഗ്രഹമുള്ള സ്ഥലം. ഭയങ്കര ഇഷ്ടം. അടിപൊളി. ഫേവറേറ്റ് ആക്ടർ ആരാ? എന്റെ ഫേവറേറ്റ് ആക്ടർ എന്ന് പറഞ്ഞാല് നിങ്ങൾ ആരും പ്രതീക്ഷിക്കില്ല ഞാൻ ആ പേര് പറയുന്നത്. മുകേഷ് ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുകേഷ് ചേട്ടന്റെ ഒരു 5 സിനിമ വേഗം പറയണം. ക്രോണിക് ബാച്ചിലർ. ഓക്കെ, പിന്നെ അയ്യോ ഇഷ്ടംപോലെ സിനിമ ഇപ്പൊ ഒന്നും കിട്ടത്തില്ല. ഫേവറേറ്റ് ആക്ടർ അല്ലേ? അതെ, ഒന്നായുള്ളൂ. ഫ്രണ്ട്സ്. ഓക്കെ, കിട്ടുന്നില്ലല്ലോ, ഇഷ്ടംപോലെ സിനിമ ഉണ്ട്. അതെനിക്കും അറിയാം. ഗോഡ് ഫാദർ. ഓക്കെ, ലാലേട്ടനെ പറ്റുള്ള പടം ഏതായിരുന്നു? കാക്കക്കുയിൽ. ഓക്കെ, കഴിഞ്ഞു സമയം കഴിഞ്ഞു. അല്ല എനിക്ക് അല്ല ഇഷ്ടംപോലെ നമുക്ക് ഈ ഒരു ടൈമിൽ ചോദിച്ചാൽ കിട്ടത്തില്ല. ഇപ്പൊ ലാലേട്ടന്റെ പടം ചോദിച്ചാലും ചിലപ്പോൾ 5 ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ചോദിക്കുമ്പോൾ ആലോചിച്ചോണ്ട് ചിലപ്പോൾ എന്റെ മനസ്സിൽ കൂടെ പോകുമ്പോൾ ആ പേര് കിട്ടത്തില്ല. ഹോബീസ് എന്താ? പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുക്ക് ചെയ്യും. എന്തൊക്കെ കുക്ക് ചെയ്യും? നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യും. പിന്നെ അത്യാവശ്യം എല്ലാം കുക്ക് ചെയ്യും. വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും കുക്ക് ചെയ്യും. കുക്ക് ചെയ്യാൻ ഇഷ്ടം. സമയം കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ ചെയ്യാം. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഞങ്ങൾ പുറത്തൊക്കെ പോയി കഴിക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടം വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ. അടിപൊളി. അപ്പൊ ഒരു പാട്ട് പാടാൻ പറ്റുമോ? എനിക്കങ്ങനെ പാട്ട് പാടാൻ അറിയില്ല. എന്നാലും ചുമ്മാ ട്രൈ ചെയ്യാം. വീട്ടിലൊക്കെ ഇങ്ങനെ ചുമ്മാ പാടുന്ന പാട്ടൊക്കെ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും കുളിരിൻ കുളിരേ. ഉലകങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും കുളിരിൻ കുളിരേ. ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പാട്ട്. ഞാൻ പാട്ട് കളിക്കതാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ അങ്ങനെ ഒരു പാട്ടും കിട്ടത്തില്ലല്ലോ. പക്ഷെ നൈസായിട്ട് പാടുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഫ്യൂച്ചറിൽ ഒരു സിംഗർ കൂടി ആകും ചിലപ്പോ. ഉണ്ടോ? പറയാൻ പറ്റില്ല. സത്യം. ഒരു ഡ്രീം ക്യാരക്ടർ എന്തായിരിക്കും ചെയ്യാൻ ആഗ്രഹമുള്ള? ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്താൽ ഭയങ്കര സന്തോഷമാവും, അങ്ങനെ തോന്നുന്ന ഒരു ക്യാരക്ടർ. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്കെ ക്യാരക്ടേഴ്സ് ആണ്. ഇനി ഒരു ഡ്രീം ക്യാരക്ടർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പടത്തിലൊരു മെയിൻ നായികയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിപ്പോ ഇല്ല. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയി. ഞാൻ കുറേ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ട് എനിക്കൊരു സിനിമയിൽ ഒരു നായികയായിട്ട് അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പയ്യ മതി അല്ലേ? പയ്യ മതി എല്ലാം വളരെ പയ്യ മതി. എനിക്ക് ഒരു തിരക്കുമില്ല. ഓക്കെ സന്ധ്യ, അപ്പൊ താങ്ക് യു സോ മച്ച്. 5 വർഷം കഴിഞ്ഞിട്ട് ഇതേ സീറ്റില് സന്ധ്യനെ ഞങ്ങൾക്ക് ഒരു മൂവിയുടെ പ്രൊമോഷനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിളിക്കാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും പൊന്നാവട്ടെ. അതെ, താങ്ക് യു സോ മച്ച്. Thank you.